പ്രാർത്ഥിക്കാം. ഞങ്ങളെ അത്യധികമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെയുമായ കർത്താവേ, സ്വർഗ്ഗപിതാവേ, കൺവെൻഷൻ കർത്താവേ, 3-ാം ദിവസം ഞങ്ങൾക്ക് ഒരുമിച്ച് വിശുദ്ധാരക്കാരപ്പാൻ കർത്താവ് ഞങ്ങളെ അനുവദിച്ചവർക്ക് ബോധക്കാരുടെ സ്തോത്രം. കർത്താവെ, പൂർണ്ണമായി ഞങ്ങളെ സമർപ്പിച്ച കർത്താവെ, ഈ വചനം കേൾക്കുവാൻ വിശുദ്ധാലയം വചന കൂടാരമായിരിക്കാൻ, ഈ വചന കർത്താവെ ഞങ്ങൾ സഞ്ചരിപ്പാൻ, ചില ചിന്തകൾ കർത്താവെ ജീവിതത്തിൽ ഉൾക്കൊള്ളുമ്പോൾ ചില തീരുമാനങ്ങൾ കർത്താവെ ജീവിതത്തിൽ എടുക്കുവാനും ഞങ്ങളെ സഹായിക്കുന്ന പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾക്ക് വചനം നൽകുന്ന ജോസഫ് അച്ഛനോട് പ്രാർത്ഥിക്കുന്ന ദൈവികമായ കൃപയാൽ കർത്താവെ അവരുടെ വാക്കുകൾ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പാലം കർത്താവെ സീതോച്ചനോട് പ്രാർത്ഥിക്കുന്നു. ദൈവകൃപയെ ഞങ്ങൾ കർത്താവ് നിറയ്ക്കുന്നു. ഈ ദിവസം കർത്താവ് നയിച്ചതുപോൽക്കായി സ്തോത്രം. പ്രാർത്ഥന കേൾക്കുന്ന പോൽക്കായി യേശുക്രിസ്തുവിനാമത്തിൽ തന്നെ ആമേൻ. കൺവെൻഷന്റെ 3-ാം ദിവസത്തിലെ സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ഗീതങ്ങൾ ആരംഭിച്ച് ദൈവത്തെ സ്തോത്രം ചെയ്യാം. കൺവെൻഷൻ ആരംഭിക്കാം. കൺവെൻഷൻ കൊല്ലങ്ങൾ ചേർന്ന് ഇപ്പോൾ ഗീതങ്ങൾ ആരംഭിക്കുന്നത്. ഈ കൺവെൻഷൻ ഗീതത്തിലെ 11-ാമത് പാട്ട് സ്വർണ്ണമെല്ലാവരും പാടാൻ ദൈവത്തെ സ്തോത്രം ചെയ്യാം. നമുക്ക് ലഭിച്ചിരിക്കുന്ന എല്ലാ നാമങ്ങളും അതിൽ വലിയ നാമം ദൈവത്തിന്റെ നാമമാണ്. എല്ലാ പ്രശ്നങ്ങളും എല്ലാ പ്രതിസന്ധിയും ദൈവസന്നിധിയിൽ മുട്ടുമടക്കുമ്പോൾ എനിക്ക് അനുഗ്രഹം നൽകുന്ന എന്റെ ദൈവത്തിന്റെ കൃപ നമ്മുടെ ജീവിതയാത്രകൾ നയിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം നൽകി നമ്മെ നയിക്കുന്ന ദൈവത്തിന് സമർപ്പിക്കാൻ നമുക്ക് ഒരുമിച്ച് പാടാൻ ശ്രീ യേശുനാമം അതിശയനാമം 7:9 ശ്രീ യേശുനാമം അതിശയനാമം. സോങ് നമ്പർ 11. Thank
നമ്പർ 12 12 ഗീതമാകുന്നു. സ്വർഗീയ സ്ഥാനത്തിലെ സൗഭാഗ്യം കാണുവാൻ കണ്ട് തുറന്നിടുന്ന ഗീതം. ഈ പാട്ട് മിസ്സസ് റീച്ചൽ ജോസ് ആകുന്നു. ഈ പാട്ടിന്റെ ഓരോ വഴികൾ വായിക്കുമ്പോൾ ലിറിക്സ് പ്രത്യേകിച്ച് എസ്കറ്റോളജിക്കൽ ഹോപ്പ് വികാര പ്രത്യാശയെക്കുറിച്ച് നമ്മെ പഠിപ്പിക്കുന്ന ഗീതമാകുന്നു. നമ്മുടെയൊക്കെയും സകലാപ്രാർത്ഥന പ്രാർത്ഥിക്കുന്നതാണല്ലോ കർത്താവ് നമ്മുടെ പാപപരിഹാരവും പാപപരിഹാരവുമായിരിക്കുന്നു. ആ എല്ലാ വാക്കുകളും ഉൾക്കൊണ്ടതുകൊണ്ട് ദൈവം നമ്മെ നാട്ടിലെ സ്തോത്രം ചെയ്യുകയും അത്യാശ്രയിക്കുന്നതാണ്. സ്വർഗീയ നാട്ടിലെ സൗഭാഗ്യം കാണുവാൻ കണ്ട് തുറന്നിടണമേ എന്ന ഗീതം നാം ചേർന്ന് പാടാം. സ്വാഗതം.
Reverend Mr. George Thomas Mitchell. St. Luke chapter 11, 5-13. പിന്നെ അവൻ അവരോട് പറഞ്ഞത്, നിങ്ങളിൽ ആർക്കെങ്കിലും ഒരു സ്നേഹിതനുണ്ടെന്നിരിക്കട്ടെ, അവൻ അർദ്ധരാത്രിക്ക് അവന്റെ അടുക്കൽ ചെന്ന്, സ്നേഹിത, എനിക്ക് 3 അപ്പം വായ്പ തരണം. എൻ്റെ ഒരു സ്നേഹിതൻ വഴിയാത്രയിൽ എൻ്റെ അടുക്കൽ വന്നു, അവനെ വിളമ്പിക്കൊടുക്കാൻ എൻ്റെ പക്കൽ ഏതുമില്ല എന്ന് അവനോട് പറഞ്ഞാൽ, എന്നെ പ്രയാസപ്പെടുത്തരുത്, കഥ അടച്ചിരിക്കുന്നു, പൈതങ്ങൾ എന്നോടുകൂടെ കിടക്കുന്നു, എഴുന്നേറ്റ് തരുവാൻ എനിക്ക് കഴിയുകയില്ല എന്ന് അകത്തുനിന്ന് ഉത്തരം പറഞ്ഞാലും, അവൻ സ്നേഹനാവുകൊണ്ട് എഴുന്നേറ്റ് അവനെ കൊടുക്കുകയില്ലെങ്കിലും അവൻ ലജ്ജകൂടാതെ കുട്ടിക്ക നിമിത്തം എഴുന്നേറ്റ് അവന് വേണ്ടുന്നിടത്തോളം കൊടുക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. യാചിപ്പിൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പിൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവീൻ എന്നാൽ നിങ്ങൾക്ക് തുറക്കും. യാചിക്കുന്നവനെയും ലഭിക്കുന്നു, അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു, മുട്ടുന്നവനെ തുറക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. എന്നാൽ നിങ്ങൾ ഒരു അപ്പനോട് മകൻ അപ്പം ചോദിച്ചാൽ അവന് കല്ല് കൊടുക്കുമോ? അല്ല, മീൻ ചോദിച്ചാൽ മീനിന് പകരം പാമ്പിനെ കൊടുക്കുമോ? മുട്ട ചോദിച്ചാൽ തേളിനെ കൊടുക്കുമോ? അങ്ങനെ ദോഷികളായ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്രയധികം കൊടുക്കും. ഇതാകുന്നു ദൈവവചനം. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കാണ് നമുക്ക് ഇന്നത്തെ ദൈവകരങ്ങൾ സമർപ്പിക്കാം. മധ്യസ്ഥ പ്രാർത്ഥനയിലേക്ക് മിസസ് ടിബി വർഗീസ് നശിൻ മധ്യസ്ഥ പ്രാർത്ഥന ഇന്റർസെസറി പ്രയർ. കൺവെൻഷന്റെ 3-ാം ദിവസം രാത്രി യോഗത്തിൽ നാം ആയിരിക്കുന്നു. ഫെബ്രുവരി മാസത്തിന്റെ ആദ്യ ദിവസമായ ഇന്ന് കഴിഞ്ഞ ഒരു മാസത്തിൽ അനുഭവിച്ച എല്ലാ നന്മകൾക്കും തൊടുകൾക്കും ലഭിച്ച ആയുസ്സിനും ആരോഗ്യത്തിനുമായി സ്തോത്രം ചെയ്യാം. നമ്മുടെ ഇടവയ്ക്കായി സ്തോത്രം ചെയ്യാം. നേതൃത്വം നൽകി തരുന്ന സാമർത്ഥ്യനെ കുടുംബമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അച്ഛൻ്റെ പ്രവർത്തനങ്ങളിലെല്ലാം അവിടുത്തെ സാന്നിധ്യം ഉണ്ടായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. വിഭാഗസ്ഥരാനുള്ള മധ്യത്തിലായിരിക്കുന്ന ബഹുമാനപ്പെട്ട ജോസഫ് പുത്തൻപുരയ്ക്കൽ അച്ഛനെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. വചനകേൾവി അനുഗ്രഹത്തിന് കാരണമാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ബഹുമാനപ്പെട്ട സി തോമസ് അച്ഛനെയും മാത്യു അച്ഛനെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. അവിടെ എല്ലാ പ്രവർത്തനങ്ങളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് അപേക്ഷിക്കാം. മാർത്തോമാ സഭയ്ക്ക് നേതൃത്വം നൽകുന്ന തിരുമേനിമാർ, ശുശ്രൂഷകർ എല്ലാവരെയും ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പ്രതികൂല സാഹചര്യങ്ങളിലും പ്രതിസന്ധികളിലും ശുശ്രൂഷകൾ നടത്തുന്ന മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കാം. നമ്മുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാം. പ്രത്യേകമായി 10ലും 12ലും പഠിക്കുന്ന കുഞ്ഞുങ്ങളെ ഓർക്കാം. പരീക്ഷയൊക്കെയും അടുത്തു വരുന്ന സമയത്ത് കർത്താവെ പഠിക്കുന്നതൊക്കെ ഓർത്തിരിക്കുന്നതിനുള്ള ബുദ്ധി ഞാൻ ഓർത്ത് നൽകണമേ എന്ന് അപേക്ഷിക്കാം. തലമുറകൾ നഷ്ടപ്പെട്ടു പോകുന്നതിനിടയാകരുതേ എന്ന് അപേക്ഷിക്കാം. യൗവനക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. വിദേശത്ത് പഠനത്തിനും ജോലിക്കുമായി പോയിരിക്കുന്ന മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കാം. നമ്മുടെ ഇടവകയിൽ രോഗികളായിരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രാർത്ഥന
സക്രിയാങ്ങൾ സർജറി ഹോസ്പിറ്റലായിരിക്കുന്ന ലിഫ്റ്റ് വർഗീസ് ഇവരെ ഓർത്ത് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. വാർദ്ധക്യത്തിലും ക്ഷീണത്തിലും ആയിരിക്കുന്നവരെ, ഏകരായി കഴിയുന്നവരെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. അത്യാവശ്യമുള്ള ജീവിതം നൽകി കൊടുക്കണമേ എന്ന് അപേക്ഷിക്കാം. ചൂഷണത്തിനും പീഡനത്തിനും ഇരയാകുന്നവർ, മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായവർ, കുടുംബ ബന്ധങ്ങളിൽ സമാധാനമില്ലാത്തവർ, മറ്റുള്ളവരോട് പറയാൻ കഴിയാത്ത പ്രയാസങ്ങളിൽ കൂടെ കടന്നു പോകുന്നവർ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കാം. നടക്കാനിരിക്കുന്ന മാരാമണ്ഡലിന്റെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കാം. ഇത് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും കർത്താവെ ഭംഗിയായും സ്വന്തമായും നടക്കുന്നതിനും ദൈവനാമം മഹത്വത്തിനായി തീരുന്നതിനും ഇടയാക്കണമേ എന്ന് നമുക്ക് അപേക്ഷിക്കാം. നാളത്തെ വിശുദ്ധ ദിവസത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മൾ ഫാമിലി സൺഡേയായി ആചരിക്കുമ്പോൾ ഇടവകയിലെ എല്ലാ കുടുംബങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കാം. എല്ലാവരുടെ അനുഗ്രഹത്തിനും നമുക്ക് അവരെ അവിടുത്തെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈ വിഷയങ്ങളെല്ലാം ഓർത്ത് സൂസൻ മാത്യു പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധമായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട ദൈവമേ, ഈ അനുഗ്രഹിക്കപ്പെട്ട സന്ധ്യാസമയത്തിനായി ഞങ്ങൾ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഈ കൺവെൻഷന്റെ കർശികാരുടെ യോഗത്തിലും ഞങ്ങൾക്കൊന്നിച്ച് ഈ ആലയത്തിലേക്ക് കടന്നു വരുവാനും അങ്ങേ പാടി സ്തുതിക്കുവാനൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുക്കുന്ന നിങ്ങളേറിയ ആവശ്യത്തിനായി ഞങ്ങൾ സ്തുതിക്കുന്നു. കർത്താവേ, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഞങ്ങളുടെ ജനങ്ങളിൽ സമയം വരെയും ഞങ്ങൾ നല്ലൊരു വിശ്വസ്തനുമായി കൂടെ ഇരുന്നു. കർത്താവേ, വൻകൃപയിൽ ഞങ്ങളെ പരിപാലിച്ചല്ലോ ദൈവമേ, ഞങ്ങൾ നന്ദിയോടെ നിന്നെ സ്തുതിക്കുന്നു. കർത്താവേ, സ്തോത്രം ചെയ്യുന്നു. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, കർത്താവേ, ഇന്നത്തെ ഈ മീറ്റിങ്ങിൻ്റെ അനുഗ്രഹത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ദൈവമേ, ഈ മീറ്റിങ്ങിലേക്ക് കൺവെൻഷനിലേക്ക് കടന്നുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും നീ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ദൈവമേ, എൻ്റെ കർത്താവേ, എല്ലാവർക്കും ദൈവമേ അനുഗ്രഹത്തിനും രക്ഷയ്ക്കും കാരണമാക്കി തീർക്കുമാറാകുമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ദൈവമേ, കർത്താവേ, ഞങ്ങളുടെ ഇടവകയ്ക്കായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഇടവകയിലെ അച്ഛനായി പ്രാർത്ഥിക്കുന്നു. ദൈവമേ, കർത്താവേ, ആരോഗ്യം ബലവും നീ പകർന്നു കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബമായിട്ട് നീ അനുഗ്രഹിക്കണമേ, മാതാപിതാക്കളെ അനുഗ്രഹിക്കണമേ. കർത്താവേ, അച്ഛൻ്റെ ശുശ്രൂഷകളെ എല്ലാം നീ മാനിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ഇടയിലേക്ക് കർത്താവ് ദൈവത്തിന്റെ വചനവുമായി നീ അയച്ചിരിക്കുന്ന കർത്താവേ ജോസഫ് അച്ഛനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അച്ഛനെ നീ അനുഗ്രഹിക്കണമേ, ശക്തീകരിക്കണമേ, ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ വചനത്തിന്റെ അത്ഭുത മർമ്മങ്ങളെ ഞങ്ങൾക്ക് ബാധിച്ചു തരുമ്പോൾ അതിനൊക്കെയും കർത്താവേ ദൈവവചനമായി തന്നെ അതിനെ ഉൾക്കൊള്ളുവാനുള്ള മനസ്സൊരുക്കം ഞങ്ങൾക്ക് പെരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾ കേൾക്കുന്നതായ വചനങ്ങൾ ഞങ്ങൾ കേൾക്കുക മാത്രം ചെയ്യാതെ കർത്താവെ താൻ ചതിക്കുന്നവരാകാതെ അവനെ പ്രവർത്തിക്കുന്നവരായിരിക്കാൻ ഞങ്ങൾക്ക് സഹായിക്കുമാറാവണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ക്രൂസിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് പോഷത്വമാകുന്നുവെങ്കിലും രക്ഷിക്കപ്പെടുന്ന നമുക്കത് ദൈവശക്തിയാകുന്നുവല്ല. കർത്താവെ, ഈ വീട്ടിലിരിക്കുന്ന എല്ലാവർക്കും കർത്താവ് ശക്തിക്ക് കർത്താവ് വിടുതലിന് സൗഖ്യത്തിനൊക്കെ കാരണമാകുമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും കർത്താവ് രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം കർത്താവ് ജീവന്റെ പുതുക്കത്തിന് കാരണമായി തീരുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിന്റെ മകനെ നീ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിന്റെ വചനത്തിൽ നിന്ന് കർത്താവെ ഞങ്ങൾക്ക് ഉടമ്പി തരുവാൻ തക്കവണ്ണം കർത്താവ് നിന്റെ മകനെ ശക്തീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സീതാംസനായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നീ സഹായിക്കണമേ, കുടുംബമായി നീ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആരോഗ്യവും ബലവും നീ കൊടുക്കണമേ. കർത്താവെ, ഞങ്ങളിലായിരിക്കുന്ന മാത്യുവച്ചനായി പ്രാർത്ഥിക്കുന്നു. കർത്താവ്, എന്റെ മകൻ കടന്നു വരുവാൻ തക്കവണ്ണം നീ ഇടയാക്കിയില്ല. നന്ദിയോടെ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവെ, കുടുംബമായിട്ട് നീ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ സഭയ്ക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സഭയെ നയിക്കുന്ന ഞങ്ങളുടെ മെത്രാപ്പൊലീത്ത എനിക്കായി ഞങ്ങളുടെ സഭകളിൽ മെത്രാപ്പൊലീത്തമാർക്കായി മറ്റെല്ലാം എപ്പിസ്കോപ്പമാർക്കായി ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ, ദൈവമേ, നീ അവരെയൊക്കെയും സഹായിക്കണം. ഞങ്ങളുടെ ശുശ്രൂഷകളിലെല്ലാം ദൈവമേ നിന്റെ അനുഗ്രഹവും കൃപയും നീ വളർന്നു കൊടുക്കണമേ. ഞങ്ങളുടെ സഭയിലെ കർത്താവെ എല്ലാ വൈദികരെയും കാര്യങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവെ, എല്ലാ സുവിശേഷകരെയും സന്യസ്തരെയും കർത്താവെ എല്ലാ വിശ്വാസ സമൂഹത്തെയും നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. കർത്താവെ, ദൈവമേ, നീ അവരെയൊക്കെയും നീ അനുഗ്രഹിച്ച് ദയത്തോടെ നീ അവരെ നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ ഇടവകയ്ക്കായി പ്രാർത്ഥിക്കുന്ന കർത്താവ് ഇടവകയിലെ എല്ലാ കുടുംബങ്ങളെയും നീ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കുന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽപ്പാൻ തക്കവണ്ണം ഞങ്ങളുടെ എല്ലാ കുടുംബങ്ങൾക്കും നീ സഹായിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നാളെ ഞങ്ങൾ കുടുംബദിനമായൊക്കെ ഞങ്ങൾ ആചരിക്കുമ്പോൾ കർത്താവെ അതെല്ലാവർക്കും അത് അനുഗ്രഹമാക്കി തീർക്കണമേ. നിന്റെ നാമം മഹിമപ്പെടുവാൻ തക്കവണ്ണം ദൈവമേ നീ സഹായിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ മലയിലെ രോഗികൾക്കായി ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ,
മാറ്റിച്ചാണ്ടിയങ്ങളിലായി പ്രാർത്ഥിക്കുന്നു, സംസക്രിയങ്ങളിലായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവരുടെ അവസ്ഥയൊക്കെ നീ അറിയുന്നുണ്ടല്ലോ കർത്താവ്. ദൈവമേ, നീ അവരെ സഹായിക്കണമേ, ആരോഗ്യ ബലമൊക്കെ നീ പകർന്നു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഞങ്ങളുടെ വകയിലെ കർത്താവ്, സീനിയർ സിറ്റിസൺസിനായി പ്രാർത്ഥിക്കുന്നു കർത്താവ്. അവരെ നീ ശക്തീകരിക്കണമേ, ബലപ്പെടുത്തണമേ. ക്ഷീണിച്ചിരിക്കുന്നവർക്ക് ശക്തി നൽകുകയും ബലമില്ലാത്തവർക്ക് ബലം പകർന്നു കൊടുക്കുകയും ചെയ്യുന്ന ദൈവമേ, നിന്റെ ശക്തി അവരുടെ ബലഹീനതയിൽ തികഞ്ഞു വരുവാൻ തക്കോണം നിന്റെ കൃപ അവരോട് കൂടെ ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ദൈവമേ കർത്താവെ, ഞങ്ങൾ യുവതലമുറയ്ക്കായി പ്രാർത്ഥിക്കുന്നുണ്ട് ദൈവമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ആരും നഷ്ടപ്പെട്ടു പോകാനിടയാവില്ല ദൈവമേ. ദൈവസ്നേഹത്തിൽ നീ അവരെ പിടിക്കപ്പെടുവാൻ തക്കോണം ദൈവമേ നീ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യുവതലമുറ വാസ്തവത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെ ദൈവമേ കർത്താവെ, നിന്റെ ദൈവഭയത്തിൽ ദൈവാശ്രയത്തിൽ ജീവിക്കുന്നവരായിരിക്കാൻ നീ അവരെയൊക്കെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. പ്രത്യേകിച്ച് ദൈവമേ പഠിക്കുന്ന കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ. 10ലും 12ലും അതുപോലെയുള്ള ബോർഡ് എക്സാംസ് ഒക്കെ എഴുതുന്ന എല്ലാ കുഞ്ഞുങ്ങളെ കാര്യങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. അവരുടെ എക്സാം ടെൻഷൻസ് ഒക്കെ മാറി കർത്താവ്. അവർ പഠിച്ച ഒന്നും മറന്നു പോകാതെ എല്ലാം ഓർമ്മയിൽ സൂക്ഷിപ്പാൻ തക്കോണം പരിശുദ്ധാത്മാവെ നീ പ്രവർത്തിക്കുമാറാവണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. നീ എൻ്റെ പരിശുദ്ധാത്മാവെ അവർക്ക് നല്ല ബുദ്ധി, നല്ല ആലോചന പറഞ്ഞു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കർത്താവെ, നല്ല ഉന്നത വിജയം ലഭിക്കാൻ തക്കവണ്ണം ഞങ്ങൾ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നത് കാണുവാനുള്ള കൃപ തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൂരത്തിൽ ചാനൽ വായിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളെ നീ അനുഗ്രഹിക്കണം. ജോലിക്കൊക്കെയും ദൂരദർശനങ്ങളൊക്കെ പോകുന്നവരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ദേവകർത്താവെ, ഇവിടെ പറഞ്ഞിരിക്കുന്ന എല്ലാ വിഷയങ്ങളും ഒക്കെ കൂടെ നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്ന കർത്താവ്. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണം കർത്താവ്. ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലുമൊക്കെ മാനസികമായി തകർന്നിരിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ, ആവശ്യങ്ങളെ, പ്രയാസങ്ങളെ ഒക്കെ നീ ദൂരത്തിൽ നിന്ന് ഗ്രഹിക്കുന്ന ദൈവമാകിയാൽ ഞാൻ നീ അവിടെ നിന്ന് സ്തുതിക്കുന്ന കർത്താവ്. ഹൃദയത്തിലെ നിലകളെ ഒക്കെ അറിയുന്ന ദൈവം നീ ആകുന്നല്ലോ കർത്താവ്. ഓരോരുത്തരുടെയും നിലയ്ക്കനുസരിച്ചുള്ള ആവശ്യമായ സൗഖ്യവും സമാധാനവും സ്വസ്ഥതയും നീ പകർന്നു കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്. അല്പസമയം ഞങ്ങൾ സന്നിധിയിൽ ഇരിക്കേണ്ട കർത്താവ്. ഞങ്ങൾക്ക് വേറെ 1000 ദിവസത്തെ ഉത്തമമായി തീരുവാൻ സഹായിക്കണമേ കർത്താവ്. അടുത്ത പ്രഭാതത്തിൽ ദൈവമേ ഞങ്ങൾ ദൈവമേ വിശുദ്ധിയോടും വെടുപ്പോടുകൂടെ അവരുടെ കുർബാനയെ വിശുദ്ധ കുർബാനയിൽ സംബന്ധിപ്പാനും ഞങ്ങൾക്കിടയാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. സകലം ഞങ്ങൾക്കായി ജീവനെ തന്ന യേശുവിൻ നാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുന്നു. അവയോട് കേൾക്കണമേ. ആമേൻ. ഞങ്ങളുടെ അപേക്ഷകളെല്ലാം അവിടുത്തെ തിരുസന്നിധിയിൽ ഞങ്ങൾ സമർപ്പിച്ചിരിക്കുന്നു. അവിടുന്ന് ശ്രദ്ധ വെച്ച് കേൾക്കുന്ന പിതാവാകുന്നോട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ആരോഗ്യവും സ്തുതിയും അങ്ങേക്ക് എല്ലാ യേശുവിന്റെ നാമത്തിൽ കൃപയോട് കേൾക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധവും വാഴ്ത്തപ്പെടുമാറാകട്ടെ. കൺവെൻഷനിലെ 3ാം രാത്രി നമുക്ക് ഒരുമിച്ച് വചനം കേൾക്കുവാൻ ഈ ഇടവേളായിരിക്കാൻ കർത്താവ് നൽകിയിരിക്കുന്ന ആയുസ്സനായ ദൈവത്തെ സ്തോത്രം ചെയ്യും, സ്തുതിക്കുന്നു. കഴിഞ്ഞ 3 ദിവസങ്ങളായിട്ട് നാം കേട്ടുകൊണ്ടിരിക്കുന്ന വചനങ്ങൾ, ദൈവ വചനം നാം കേൾക്കുമ്പോൾ അത് മനനം ചെയ്യുവാൻ, അത് ജീവിപ്പാൻ കർത്താവ് നമ്മെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് ആശംസിക്കുന്നു. പ്രത്യേകിച്ച് വന്നിരിക്കുന്ന എല്ലാവരെയും ഒരു സ്വാഗതിച്ചു ആഗ്രഹിക്കുന്നു. നമ്മോടൊപ്പം ഇന്ന് ശുശ്രൂഷയിലായിരിക്കുന്ന നമ്മുടെ ഇടവാംഗം സീതം അച്ഛൻ, അച്ഛൻ്റെ ശുശ്രൂഷയൊക്കെ എപ്പോഴും നമുക്ക് വളരെ അനുഗ്രഹമാകുന്നു. അച്ഛൻ ഏറ്റവും സന്തോഷത്തോടുകൂടി ഈ കൺവെൻഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ 2 ദിവസമായി ഇന്ന് 3ാം ദിവസം നമ്മോട് ശക്തമായി നൽകിക്കൊണ്ടിരിക്കുന്ന പ്രിയ ജോസഫ് പുത്തപ്പുരയ്ക്ക് അച്ഛൻ നമ്മെ ചിരിപ്പിക്കുന്നു, നാം ചിന്തിക്കുന്നു. ഈ ഒരു കമ്മ്യൂണിക്കേഷൻ അച്ഛൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ വചനം നാം പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഈ വചനത്തിൽ കൂടി ദൈവവചനം ഗ്രഹിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ ജീവിതത്തിൽ പല കാര്യങ്ങളൊക്കെയും ഈ ദിവസമൊക്കെയും ചിന്തിക്കുവാൻ ദൈവം സഹായിക്കുന്നു. അപ്പോൾ നാം ഒരുമിച്ച് വന്നിരിക്കുമ്പോൾ വേർഡ് ഓഫ് ഗോഡ് പ്രത്യേകമായ രീതിയിൽ റിഫ്ലക്ട് ചെയ്യുവാൻ, അത് മനനം ചെയ്യുവാൻ, അത് പ്രകാരം ജീവിപ്പാൻ ദൈവം നമ്മെ ഈ ദിവസം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏറ്റവും സ്നേഹത്തോടുകൂടി ജോസഫ് പുത്തപ്പനെയും സ്വാഗതം ചെയ്യുന്നു. നമ്മോടൊപ്പം അച്ഛനും സംബന്ധിക്കുന്ന അച്ഛൻ CS വികാരികൾ പ്രവർത്തിക്കുന്നു. അച്ഛനെയും ഏറ്റവും സ്നേഹത്തോട് സ്വാഗതം ചെയ്യട്ടെ. അച്ഛൻ്റെ സാന്നിധ്യമൊക്കെ നമുക്കും അധികമാകും. ഇന്ന് ഈ ശുശ്രൂഷയിൽ നമ്മുടെ സഹോദരായ കാത്തലിക് സഭയിലെയും CSI സഭയിലെയും ഓർത്തഡോക്സ് സഭയിലെയും അംഗങ്ങളൊക്കെയും വന്ന് സംബന്ധിക്കുന്നു.
അതോടൊപ്പം തന്നെ നമ്മുടെ സെൻട്രലിലെ മർത്തോമ സഭയിലെ അംഗങ്ങളൊക്കെയും ഈ കൺവെൻഷൻ യോഗത്തിൽ സംബന്ധിക്കുന്ന എല്ലാവരെയും ഒറ്റവാക്കി സ്വാഗതം ചെയ്യുന്നു. ഈ കൺവെൻഷന്റെ വചനം നാം കേൾക്കുമ്പോൾ നമുക്ക് അനുഗ്രഹമായ തീർക്കണമെന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. തിരിച്ചു നാം ഇവിടുന്ന് പോകുമ്പോൾ ഈ വചനം നമ്മുടെ കാതുകൾക്ക് സ്വരമായി മാറണം. വി ഷുഡ് ലിസൺ ടു ദി വേർഡ്സ് അഗെയിൻ അഗെയിൻ പറഞ്ഞൊരു വാക്കുകൾ നമുക്ക് അനുഗ്രഹമായ തീർന്ന് പ്രാർത്ഥിക്കുന്നു. ഏറ്റവും ദൈവകൃപയിൽ എല്ലാവരെയും ഒരു വാക്കിൽ കൂടി സ്വാഗതം ചെയ്യുന്നു. എല്ലാവരെയും അനുഗ്രഹിക്കുന്നു. ഒരു പാട്ടിന്റെ ചരണം മാത്രം പാടിക്കൊണ്ട് നമുക്ക് ശേഷം ശ്രമിക്കാം. ക്ഷണിക്കുകയും ചെയ്യും. 21-ാം ഗീതത്തിന്റെ അവസാന ചരണം നമുക്ക് ഒരുമിച്ച് പാടാം. 21-ാം ഗീതം ലാസ്റ്റ്. ലോകങ്ങൾ അവസാനിക്കും, വാനം ഇതാണ്. ലോകങ്ങൾ അവസാനിക്കും, വാനവും ഇല്ലാതാ. ലൂക്കോസിന്റെ സുവിശേഷത്തിന് 5 പ്രത്യേകതകൾ, മറ്റു സുവിശേഷങ്ങളില്ലാത്ത 5 പ്രത്യേകതകൾ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ. 1, ഇത് യാത്രയുടെ സുവിശേഷമാണ്. ദ ഗോസ്പൽ ഓഫ് ജേർണി, യാത്രയുടെ സുവിശേഷമാണ്. ലൂക്കാസ് സുവിശേഷം മുഴുവൻ യാത്രകളാണ്. ഗലീലയിൽ നിന്നും 117 മുകളിൽ യൂദയാണ്. ആ നടന്നു പോകുന്ന യാത്രയിൽ ശിഷ്യന്മാരെ പഠിപ്പിച്ച സുവിശേഷമാണ് യാത്രയുടെ സുവിശേഷം. നമ്മൾ കാണുന്നു സഖറിയാവിന്റെ വീട്ടിലേക്കുള്ള മറിയത്തിന്റെ യാത്ര, ബേത്ലഹേമിലേക്കുള്ള പോളിഫാമിന്റെ യാത്ര, ഈജിപ്തിലേക്കുള്ള ഒളിച്ചോട്ടം, നസത്തിലേക്ക് തിരിച്ചോട്ടം, എമ്മാവു ശിഷ്യന്മാരുടെ യാത്ര, നല്ല സഭയാക്കാരൻ്റെ യാത്ര, കാൽവരി യാത്ര. ഇത് മുഴുവൻ യാത്രയാണ്. ദ ഗോസ്പൽ ഓഫ് ജേർണി, യാത്രയുടെ സുവിശേഷം. 2, ദ ഗോസ്പൽ ഓഫ് സിന്നേഴ്സ്, പാപികളുടെ സുവിശേഷമാണ്. ഏറ്റവും കൂടുതൽ പാപികളെ കുറിച്ച് പറയുന്നത് ലൂക്കോസിന്റെ സുവിശേഷത്തിലാണ്. പാപിനിയായ സ്ത്രീ, മൂത്ത പുത്രൻ, നമ്മുടെ കാണുന്ന മുടിയ പുത്രൻ, സക്കായി, ഇടതുവശത്തെ കാലൻ. ഇത് പാപികളുടെ സുവിശേഷം. 1, യാത്രയുടെ സുവിശേഷം. 2, പാപികളുടെ സുവിശേഷം. 3, ദ ഗോസ്പൽ ഓഫ് പേസ്, ജോഡി, ജോഡികളുടെ സുവിശേഷം. ലൂക്കോസിൽ മാത്രമാണ് ജോഡികൾ. ഉദാഹരണം, മുടിയൽപുത്രൻ, മൂത്തപുത്രൻ, പൈസയും ചുങ്കക്കാരൻ, ധനവാൻ, ലാസർ, ഇടതുവശത്തെ കടൻ, വലതുവശത്തെ കടൻ, മർത്ത, മറിയം. ദ ഗോസ്പൽ ഓഫ് പേസ്, ജോഡികളുടെ സുവിശേഷം. ഒരു ജോഡി ആൾക്കാരെ കാണിച്ചിട്ട് നന്മയും തിന്മയും വെടിയുന്നത് ലൂക്കോസിന്റെ പ്രത്യേകതയാണ്. 4, ഇന്നിന്റെ സുവിശേഷം. ഇന്ന് എന്ന സന്ദേശം ലൂക്കോസിൽ ഉടനീളം കാണാം. ഉദാഹരണം, ആദ്യം മുതൽ അവസാനം വരെ ഒഴുകുന്ന ഒരു വാക്കാണ് ഇന്ന്. നാളെയെ കുറിച്ച് അധികം ദുഃഖിക്കരുത്, ഇന്നലെ കുറിച്ച് നീരരുത്, ഇന്നിൽ സെക്കൻഡിൽ ജീവിച്ചോണം. 1-ാം അധ്യായം മുതൽ അവസാനം വരെ ഇന്ന് എന്ന വാക്കാവധി. ലൂക്കോസ് 2:11, ദാവീദിന്റെ പട്ടണമായ ബേത്ലഹേമിൽ
നിങ്ങൾക്കായി രക്ഷകൻ ഇന്ന് ജനിച്ചിരിക്കുന്നു. 4:21 നിങ്ങൾ കേട്ടിരിക്കുന്നതിന്റെ തിരുവെഴുത്തുകൾ ഇന്ന് നിറവേറിയിരിക്കുന്നു. 19:5 സക്കായി ഇന്ന് രാത്രി ഒരു വീട്ടിൽ ഞാൻ താമസിക്കും. 19:9 ഇന്ന് നിന്റെ കുടുംബം രക്ഷപ്പെട്ടു. 23:43 ഇന്ന് രാത്രി നീ എന്നോടുകൂടി പരദേശയില്ല. 2:11 4:21 19:5 19:9 23:43 ആവർത്തിക്കുന്നത് ഇന്ന്. ഇന്നലെ എന്തോ തെറ്റിപ്പറ്റുന്ന കാലാകാലം കുത്തിയിരുന്ന കരയാൻ ദൈവാലയം വിളിച്ചിട്ടില്ല. ചുമ്മാ പൊട്ടോണ്ട് ഭാവിയായ ഭാവിയാൻ ആഗ്രഹം അത് പോയി. നന്നായിട്ട് ജീവിച്ചാൽ മതി. ഭാവിയാണ് ഭാവിയായിപ്പോയി. പക്ഷെ അത് പറഞ്ഞ കാര്യമില്ലാത്തവര് ഇന്നിൽ ജീവിക്കുക, ഈ നിമിഷത്തിൽ ജീവിക്കുക. നമ്മളത് ഭയങ്കര ഭക്തി മുഖമം പച്ച വളരെയും കർത്താവേ ഞാൻ ഭാവിയാണ്, മഹാഭാവിയാണ്, കഴിഞ്ഞ ഭാവിയാണ്, പലരുടെ പലയുടെ ബോധമില്ല മിസ്റ്റർ ഭാവി എന്നാണ് വിശേഷം. അപ്പം കാണാൻ ഒരു പാപം ചുമ്മാ കണക്കാണതൊക്കെ എന്നൊരു അർത്ഥമില്ല. നമ്മൾ അന്തസ്സായി ജീവിക്കും, ഇന്നിൽ ജീവിക്കും. ഇന്നലെ പോയി എൻ്റെ വഴിക്ക് പോയി, ഇന്ന് ജീവിക്കുക. ഇന്നിൻ്റെ സുവിശേഷം 5 The Gospel of Prayer, പ്രാർത്ഥനയുടെ സുവിശേഷമാണ്. The Gospel of Prayer, പ്രാർത്ഥനയുടെ സുവിശേഷമാണ്. ലൂക്കോസ് സുവിശേഷം തുറക്കുന്നത് സക്കറിയാവിൻ്റെ പ്രാർത്ഥന, അവസാനിക്കുന്നത് എമ്മാവൂസ് ശിഷ്യന്മാരുടെ ജെറുസലേം പ്രാർത്ഥന. ക്രിസ്തുവിൻ്റെ മരണം കുരിശിൽ പ്രാർത്ഥിച്ചുകൊണ്ടാണ്. അവന്റെ മാമോദിസ എരിനെയും പോത്തിനെയും കുളിപ്പിച്ച കുളത്തിലല്ല. അവൻ പ്രാർത്ഥനയിൽ മുങ്ങിയപ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു. അവൻ പ്രാർത്ഥനയിൽ മുങ്ങിയപ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു. അവന്റെ ജീവിതം മുഴുവൻ പ്രാർത്ഥനയാണ്. ഈ പ്രാർത്ഥനയ്ക്ക് 3 വിധങ്ങളുണ്ടെന്നാണ് സുവിശേഷത്തിന്റെ ആരംഭത്തിൽ സൂചിച്ചത്. 1 വെർബൽ പ്രയർ, വാക്കുകൊണ്ട് പ്രാർത്ഥന. 2 മെന്റൽ പ്രയർ, മനസ്സുകൊണ്ട് പ്രാർത്ഥന. 3 സ്പിരിച്വൽ പ്രയർ, ആത്മാവിന്റെ പ്രാർത്ഥന. പ്രാർത്ഥനയുടെ 3 രീതികൾ. 1 വെർബൽ പ്രയർ, 2 മെന്റൽ പ്രയർ, 3 സ്പിരിച്വൽ പ്രയർ. ഇതാണ് വെർബൽ പ്രയർ. ചോദിക്കും ലഭിക്കും. ഇതാണ് വെർബൽ പ്രയർ. പ്രാർത്ഥനയിൽ ഏറ്റവും സ്റ്റാൻഡേർഡ് ഉള്ളതും ഏറ്റവും താഴ്ന്നതും ഈ പ്രാർത്ഥനയാണ്. ചുമ്മാ പറവറാന്ന് പറയുന്നതല്ലാതെ മനസ്സിലേക്ക് കയറിയല്ല. കുർബാനയ്ക്ക് പോകുന്നത് ആവശ്യങ്ങൾ ചോദിക്കാൻ, കൺവെൻഷന് പോകുന്നത് ആവശ്യങ്ങൾ ചോദിക്കാൻ, ദേവാലയത്തിൽ പോകുന്നത് ആവശ്യങ്ങൾ ചോദിക്കാൻ. ആവശ്യങ്ങൾ ചോദിച്ചു കഴിയുമ്പോൾ പ്രാർത്ഥന തീർന്നു. ഏറ്റവും ബിലോ ലെവലുള്ള ഒരു പ്രാർത്ഥനയാണ്. ഇതെന്താണ്? ദൈവത്തിന് ഇൻഫർമേഷൻ കൊടുക്കുന്ന പ്രാർത്ഥന. ദൈവമേ കൊച്ചു 10 ഓർത്തോളം കേട്ടോ, അരിയിലെ ചേരുന്നുണ്ട് മറക്കല്ല കേട്ടോ, വയറ്റിൽ കൊടുത്തിട്ടുണ്ട് കുഴപ്പം വയറ്റില്ല കേട്ടോ, പെരയിലുണ്ട് ഡോൾ പാസ്സാക്കണം കേട്ടോ. ചുമ്മാ ഒരു അറിയിൽ കൊടുത്തു, പ്രാർത്ഥനയും തീർന്നു, പ്രാർത്ഥനയും തീർന്നു. അത് ഏറ്റവും താഴ്ന്ന പ്രാർത്ഥന എന്ന് പറയാം. നമ്മൾ ചുമ്മാ അങ്ങോട്ട് പറഞ്ഞുകൊണ്ടിരിക്കും. എങ്കിലും ദൈവം പ്രാർത്ഥന കേൾക്കുന്നു. കോട്ടയത്ത് 18 വയസ്സിൽ വിവാഹം. അവനെ 18ാം ബർത്ത്ഡേയിൽ പ്രാർത്ഥിച്ചു. കർത്താവായ ദൈവമേ, എനിക്ക് 21 വയസ്സാകാൻ നിന്ന് എനിക്ക് 3 സമ്മാനങ്ങൾ ഒരുമിച്ചത്. ദൈവത്തിൽ ചെന്നല്ലാതെ അവന് 1 ഏറ്റവും മുഴുത്ത ഒരു വണ്ടി, 2 കൈകളെ പിടിക്കാൻ കാശ്, 3 ഓർമ്മകളൊക്കെ മുട്ടിരിക്കാൻ ഒരു പെണ്ണുങ്ങൾ. 3 സമ്മാനം. മുഴുത്ത വണ്ടി, കൈകളെ കാശ്, മുട്ടിരിക്കാൻ പെണ്ണുങ്ങൾ. ദൈവം പറഞ്ഞു ഇത് മുറ്റു പ്രാർത്ഥനയാണ്. എങ്കിൽ ദൈവം പ്രാർത്ഥന കേട്ടു. അവൻ 21 വയസ്സായിരുന്നു. ദൈവം അവനെ കോട്ടയം നാഗപ്പുഴം പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ ബസ്സിലെ കണ്ടക്ടറാക്കി മാറ്റി. മുഴുത്ത വണ്ടി, കൈകളെ കാശ്, മുട്ടിരിക്കാൻ പെണ്ണുങ്ങൾ, ഒരു കുഴപ്പമില്ലാത്ത അവസ്ഥ. ഏറ്റവും താഴ്ന്ന പ്രാർത്ഥന. എങ്കിലും ആ പ്രാർത്ഥന ദൈവം കേൾക്കും. ചോദിക്കും ലഭിക്കും, ചോദിക്കും ലഭിക്കും. നമ്മൾ ഉള്ളിക്കട്ടി ചോദിക്കും, ദൈവം കേൾക്കുന്നു. 2 മെന്റൽ പ്രയർ, മനസ്സിന്റെ പ്രാർത്ഥന. ഇതാണ് മനസ്സിന്റെ പ്രാർത്ഥന. അന്വേഷിക്കും, കണ്ടെത്തും. ചായക്കടയിൽ പോകുന്ന പോലെ പള്ളിയിൽ പോവുകയല്ല. ചായ കുടിക്കുക, ഇത് വയ്ക്കുക, ഓടിപ്പോവുക. അത് കൂടുതൽ കുർബാനയില്ല. കുർബാനയ്ക്ക് മുമ്പ് 5 മിനിറ്റ് പള്ളിയിൽ വന്നിരിക്കും. കുർബാന കഴിഞ്ഞും 2 മിനിറ്റ് നന്ദി പ്രകടനം നടത്തും. അതാണ് വളർച്ച. അല്ലെങ്കിൽ നമ്മൾ LKG പ്രാർത്ഥനയുള്ളൂ. പള്ളിയിൽ വരും, മധുബകയിലേക്ക് നോക്കി, കുരിശെ നോക്കി,
കുറേ കാര്യം എൻ്റെ മനസ്സിൽ നിന്ന് പറയും, കുറേ കാര്യം എൻ്റെ കർത്താവിനെ ഞാൻ കേൾക്കും. രാത്രി ഉറങ്ങാൻ വരുന്നു, കുറേ സമയം അവനെ കേൾക്കും, കുറേ സമയം പറയും. പറയാനും പകുതി സമയം, കേൾക്കാനും പകുതി സമയം. ഇതാണ് മെന്റൽ പ്രയർ, മനസ്സിലെ പ്രാർത്ഥന. 3 സ്പിരിച്വൽ പ്രയർ, ആത്മാവിലെ പ്രാർത്ഥന. പറയാനൊന്നുമില്ല, ഞാൻ കേട്ടേച്ചു പോകും. പള്ളിയിൽ വരും, കുരിശെ നോക്കും, കണ്ണടയ്ക്കും, കുരിശിൽ കണ്ടു മഹാത്യാഗത്തെ ചുമ്മാ ധ്യാനിക്കും. വെറുതെ രാത്രി ഉറങ്ങാൻ നേരത്ത് തൊടിയിൽ കരങ്ങൾ വെച്ച് കുറേ സമയം ചുമ്മാ ഇരിക്കും. ഇതാണ് വളർച്ച. 1ാമത്തെ സ്റ്റേജിൽ ആവശ്യങ്ങൾ ചോദിക്കാൻ പള്ളിയിൽ പോകും. 3ാമത്തെ സ്റ്റേജിൽ പള്ളിയിൽ പോകുന്നത് എൻ്റെ ആവശ്യമായിട്ട് മാറും. 1ാമത്തെ സ്റ്റേജിൽ ആവശ്യങ്ങൾ ചോദിക്കാൻ കൺവെൻഷന് പോകും. 3ാമത്തെ സ്റ്റേജിൽ കൺവെൻഷന് പോകുന്നത് എൻ്റെ ആവശ്യമായിട്ട് മാറും. ഇതാണ് വളർച്ച എന്ന് പറയുക. പ്രാർത്ഥനയുടെ 3 രീതികൾ. ഞാൻ പലപ്പോഴും ഓർക്കും നമ്മുടെ കർത്താവിൻ്റെ കാര്യം. ആരെല്ലാം പ്രാർത്ഥന കേൾക്കാൻ. മുസ്ലിം മതം കുറേ രാജ്യങ്ങളിലുണ്ട്, ഹിന്ദു മതം ചുരുങ്ങിയ രാജ്യങ്ങൾ. പക്ഷെ ക്രിസ്ത്യാനിറ്റി അതിന് വിവിധ ശാഖകൾ ഈ ലോകം മുഴുവൻ കർത്താവിന് മെനക്കേടാണ്. നമ്മൾ ഇപ്പോൾ പ്രാർത്ഥിക്കുമ്പം അമേരിക്കക്കാർ വളർന്നു, നമ്മൾ വളർന്നുമ്പം അമേരിക്കക്കാർ കർത്താവിനെ നിന്ന് വിളിക്കാൻ പറ്റും. നമ്മൾ രാത്രി 12 മണിക്ക് കൂപ്പിറ്റി ഉറക്കം, അപ്പോൾ ന്യൂസിലൻഡുകാർ ദൈവമേ തന്നെ ആരംഭിക്കും. ലോകത്തിൽ 24 മണിക്കൂറും വിശുദ്ധ കുർബാനയുള്ള ഒരു സമൂഹം ക്രിസ്ത്യാനിറ്റി. 24 മണിക്കൂറും ബലിയർപ്പിക്കുന്നു ഈ ലോകത്തിൽ. 24 മണിക്കൂറും അവസാദർശിക്കുന്നു. 24 മണിക്കൂറും പ്രൈസ് ആൻഡ് വർഷിപ്പ്. അവിടെ കർത്താവിന് ഉറങ്ങാൻ പറ്റിയല്ല. ഈ കർത്താവ് ആയപോലെ 24 മണിക്കൂറും തുറന്നിരിക്കുന്ന സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ കാഷ്വാലിറ്റി പോലെയാണ്. അവരെപ്പോഴും എല്ലാവരെയും കേട്ടുകൊണ്ടിരിക്കും. അവർ കേൾക്കാനേ പറ്റുള്ളൂ, അല്ലാതെ പറ്റുള്ളൂ. ആളുകളെല്ലാം പ്രാർത്ഥന കേൾക്കാതെ ഞങ്ങൾ കേരളത്തിൽ ഇടുക്കി ജില്ലക്കാർ പ്രാർത്ഥിക്കും. കർത്താവായ യേശുവേ മഴ തരണേ, ഇടുക്കി ഡാമിൽ വെള്ളം തരണേ. ആ സമയം കുട്ടനാട്ടിലെ പ്രാർത്ഥിക്കും, മഴയല്ലേ വീടുകൾക്ക് കൂട്ടല്ലേ. കപ്പ ഇടുന്നോ പ്രാർത്ഥിക്കും, മഴ തരണേ. കപ്പ പാടുന്നോ പ്രാർത്ഥിക്കും, മഴയല്ലേ. എല്ലാവരെയും ഈ കർത്താവ്. ഒരു ചെറുപ്പക്കാരൻ്റെ ബോർഡിൽ അക്യൂട്ട് അൾസറാണ്, ആശുപത്രി ഡോക്ടർ പരിശോധിച്ച് പറഞ്ഞു 3 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു ഓപ്പറേഷൻ അത്യാവശ്യം. ഇവൻ അപ്പനോട് പറഞ്ഞു, എൻ്റെ അപ്പ എനിക്ക് ഓപ്പറേഷൻ നടക്കുമ്പം അപകടം വരാതിരിക്കാൻ ബോധം തെളിയുമ്പോൾ മനസ്സിൽ ധൈര്യം കിട്ടാനും അപ്പൻ തിയേറ്ററിന് പുറത്തുള്ള ചാരി വെച്ച് കൈ വെച്ചിരുന്ന മധ്യസ്ഥ പ്രാർത്ഥന നടത്തിക്കണം. ഓപ്പറേഷൻ ആരംഭിച്ചു. അപ്പൻ ഇങ്ങനെ പ്രാർത്ഥിക്കുക. കുറച്ച് കഴിഞ്ഞപ്പോൾ അപ്പനേക്കാൾ പ്രായമുള്ള വേറൊരാൾ അപ്പുറത്തിരിക്കും. ഇയാൾ ചോദിച്ചു, എന്തിനാ പ്രാർത്ഥിക്കുന്നു? ഈ മനുഷ്യൻ പറഞ്ഞു, എൻ്റെ മോൻ്റെ ഓപ്പറേഷനാണ്, അപകടം വരാതിരിക്കാൻ പ്രാർത്ഥിക്കാൻ പറഞ്ഞു, അതിനായി പ്രാർത്ഥിക്കും. ഇയാൾ പറഞ്ഞു, എൻ്റെ മോൻ്റെ ഓപ്പറേഷൻ താനെന്തിനാ പ്രാർത്ഥിക്കുന്നു? അയാൾ പറഞ്ഞു, എൻ്റെ മോനാണ് ഡോക്ടർ, അവൻ്റെ ആദ്യത്തെ ഓപ്പറേഷനാണ്, അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കും. എല്ലാവരെയും കേൾക്കണം, രോഗിയും കേൾക്കണം, ഡോക്ടറെയും കേൾക്കണം, സകലയും കേൾക്കണം. അവൻ 24 മണിക്കൂർ തുറന്നിരിക്കുന്ന സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൻ്റെ കാഷ്വാലിറ്റി പോലെയാണ്. എൻ്റെ നാട്ടിൽ 4 കൂട്ടം കാര്യങ്ങൾക്ക് ആൾക്കാരെ പിടിച്ചു പറ്റുന്നു പ്രാർത്ഥിപ്പിക്കാൻ വേണ്ടി. എന്നെ ഏറ്റവും കൂടുതൽ പേരയ്ക്ക് കല്ലിടാൻ വേണ്ടിയാണ്. ഞാൻ കണ്ടിട്ട 6 മാസങ്ങളിൽ പെരവണി പൂർത്തിയാകുമെന്ന് ഏതൊരു അങ്കിൾ ആരോടോ പറഞ്ഞു. അത് ഇവിടെ ആ സമിതിയ മൊത്തം പറഞ്ഞു. നിർബന്ധങ്ങൾ ഒരു ദിവസം 7 വരിക്ക് വരെ ഞാൻ കല്ലിട്ടുണ്ട്. പോകാൻ പറ്റിയത് ആൾക്കാർ കാലക്കല്ല് കൊണ്ടുവരും, ഞാൻ പ്രാർത്ഥിച്ചു കൊടുത്തു. 2 വിൽക്കാതെ കിടക്കുന്ന സ്ഥലം എണ്ണ, വെള്ളം, ഉപ്പ് ഓതി കൊടുക്കും. അത് ഇടുമ്പോൾ സ്ഥല കച്ചവടം നടത്തുന്നുണ്ട്. അങ്ങനെ കച്ചവടം. 3 കല്യാണം കഴിഞ്ഞ് നാളുകളായി മക്കളില്ലാത്ത നിർമ്മിതിമാർ വിശ്രവാനിയും പ്രമോഷനും പ്രാർത്ഥനയും കഴിഞ്ഞു തലേ കഴിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അപ്പോൾ മക്കൾ ഞാൻ തന്നെ പ്രാർത്ഥന നടന്നിട്ടുണ്ട്. പക്ഷേ അച്ഛൻ്റെ ധ്യാനത്തിന് ദൈവം തന്ന സമ്മാനമുണ്ട്. 18 മക്കളെ ഞാൻ മാമൂസ് നോക്കിയിട്ടുണ്ട് പലപ്പോഴായിട്ട്. 4ാമത് കൊണ്ടുവന്ന് ഒരു പ്രത്യേക പ്രാർത്ഥനയ്ക്ക് ഈയിടെ ആ പ്രാർത്ഥന നിർത്തിവെച്ചിരിക്കുക. പ്രായമുള്ള അപ്പനമ്മമാരെ മരിക്കാൻ കിടന്ന് അവർക്ക് പോയേക്കാവുന്നു. മക്കൾക്കാണെങ്കിൽ യാത്രയൊക്കെ കൊടുത്തേക്കാവുന്നുണ്ട്. എന്നെ വിളിച്ച് പ്രാർത്ഥിപ്പിച്ചാൽ 2-1 ഉറപ്പും. ഒന്നെങ്കിൽ കക്ഷി കുഴി പോകും, വരും.
പൊങ്ങി പോന്നാൽ പിന്നെ അടുത്ത കാലത്ത് തിരിച്ചു പോവുകയല്ല. ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു 20ഓളം അങ്കിളുമാരും ആൻറ്റിമാരും മരിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ ഒറ്റയ്ക്കിരിക്കുമ്പോൾ എനിക്കൊരു ടെൻഷൻ, ഞാനെങ്ങാനും മരിച്ചിരുന്നു ഈ കക്ഷികൾ എൻ്റെ കാലം പിടിച്ച് മരിച്ചാൽ. എൻ്റെ കൂട്ടുകാരൻ്റെ അപ്പൻ പുറത്തെ തൊഴിൽക്കൊട്ടി ഇങ്ങനെ കിടക്കുക 2 വർഷമായി. അവനും ഭാര്യയും കൊടുത്തു. അവൾ പറഞ്ഞു പുത്തമ്പരേച്ച കൂട്ടുകാരൻ തന്നെ വിളിച്ച് അവരോട് ഒന്ന് പ്രാർത്ഥിപ്പിച്ചാലോ. ഞാൻ ചെന്നു. അപ്പനെ കണ്ടപ്പോൾ അറിയാം കൂടിയാൽ 3 ആഴ്ച. മരണത്തിൻ്റെ അടയാളം നെഞ്ച് കൂട്ടി വയ്ക്കുന്നു, മുഖം കണ്ടു പറയാം. പക്ഷേ അമ്മയ്ക്കാണെങ്കിൽ വലിയ ക്ഷീണമൊന്നുമില്ല. നക്ക് പോലെ കുത്തിയിരിക്കും. ഇടയ്ക്ക് ചോദ്യവർത്താനം പറയാൻ വേണ്ടി ഓർമ്മിക്കും. ഇവൻ്റെ ഭാര്യ അമ്മയെ കൊണ്ട് മടുത്തിരിക്കുക. ഞാൻ പറയാ അപ്പന് കൂടിയാൽ 3 ആഴ്ച ആയുസ്, നീ വീട്ടിൽ നിന്ന് പറയരുത്. അപ്പോൾ ഇല്ല ഞാൻ ചായ കുടിച്ചു കാലം കയറി വരുമ്പോൾ അവൻ്റെ ഭാര്യ എൻ്റെ കയ്യിലെ കുറിച്ച് ഒറ്റ വഴി ജനാടി വിളിച്ചു. ആ ചെയ്ത് പറ്റുമെങ്കിൽ ആ മറ്റേ കൈ അമ്മയുടെ തലയിൽ വല്ലതും പ്രാർത്ഥനയെക്കാളുന്ന രീതിയില്ല, പ്രാർത്ഥനയെക്കാളുന്ന രീതി ചോദിക്കുന്ന രീതി അന്വേഷിക്കേണ്ടത് മുற்றிലും തുറന്നിട്ട് നമ്മൾ ദൈവത്തോട് ചോദിച്ച് നമ്മൾ പ്രാർത്ഥിക്കണം. ഇനി പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് എന്ത് സംഭവിക്കുന്നു എന്ന് പഠിക്കുന്ന ഭാഗമാണ് ലൂക്കോസ് 22:39 മുതൽ 46. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എന്ത് സംഭവിക്കും, പ്രാർത്ഥിച്ചാൽ എന്ത് സംഭവിക്കും? ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായം 39 വാക്യങ്ങൾ നമ്മൾ കാണുന്നു. ക്രിസ്തു ശിഷ്യന്മാരെ കൂടി കുർബാന സ്ഥാപിച്ച മാളിക, സിയോൻ മാളിക, അവിടെ കുർബാന സ്ഥാപിച്ചിട്ട് ക്രിസ്തു അവിടെ നിന്ന് ഇറങ്ങി താഴ്ത്തിക്കുന്നു. അവിടെ കെബ്രോൻ എന്ന താഴ്വര, വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലം നടത്താം. അവിടെ നിന്ന് 300 സ്റ്റെപ്പ് വെച്ചാൽ ഗെത്സമേൻ എന്ന തോട്ടം. ഗെത്സമേൻ എന്ന വാക്കിന്റെ അർത്ഥം ഒലിവാട്ടുന്ന ചക്കൊട്ട സ്ഥലം. നമ്മൾ ടാക്സി സ്റ്റാൻഡ് ബസ് സ്റ്റാൻഡിൽ കണ്ടുപോലെ അറമായ ഭാഷയിൽ ഗെത്സമേൻ, ഒലിവാട്ടുന്ന ചക്കൊട്ട സ്ഥലം. ക്രിസ്തു പ്രാർത്ഥിക്കാൻ ചെല്ലുമ്പോൾ ഒലിവാട്ടുന്ന ചക്കൊള്ള സ്ഥലമാണ്. ഇന്നും നിങ്ങൾ ഓരോരുത്തറിയാം, ഒരു കുട്ടി കാണാം, പച്ച വരയുടെ കുട്ടി, 2400 വർഷത്തിന് പഴക്കം ആർക്കിയോളജിയിൽ വ്യാഖ്യാനങ്ങളാൽ ക്രിസ്തു രക്തം വരുന്നതിന് സാക്ഷ്യം വെച്ച ഒലിവിൻ്റെ കുറ്റി നമുക്ക് അവിടെ കാണാം. അപ്പം അവിടെ യേശുവിന് കമിഴ്ന്നു വീഴും. എന്താണ് കമിഴ്ന്നു വീഴുക? കമിഴ്ന്നു വീഴുന്നത് ഈ പ്രാർത്ഥനയുടെ ശരീരഭാഷയാണ്. ബോഡി ലാംഗ്വേജ് ഓഫ് പ്രേയറാണ് കമിഴ്ന്നു വീഴുന്നത്. സാക്ഷാത്കാരം കണ്ടിരിക്കുക. അങ്ങനെ കമിഴ്ന്നു വീഴും യേശു പ്രാർത്ഥിച്ചു. അതിനു മുമ്പ് കർത്താവ് ഒരു കാര്യം ചെയ്തു. അവൻ ചെയ്ത വലിയ കാര്യമാണ്. ശിഷ്യന്മാരിൽ നിന്നും ഒരു കല്ലേറ് ദൂരമായി മുട്ടുകുത്തി. മനോഹരമായ വാക്കാണ്. ശിഷ്യന്മാരിൽ നിന്നും ഒരു കല്ലേറ് ദൂരമായി മുട്ടുകുത്തി. അതിൻ്റെ അർത്ഥം എന്താ? എപ്പോഴും എല്ലാവരോടും വർത്താനം പറയുന്നവന് പ്രാർത്ഥനയിൽ വട്ടപ്പൂച്ച്, എപ്പോഴും കളയാതെ വിടുന്നവർ പ്രാർത്ഥനയിൽ വിട്ടുവരാണ്. പ്രാർത്ഥിക്കുന്നവർ ഇടയ്ക്കിടയ്ക്ക് ചുമ്മാ ഇരിക്കും, ഒന്നും ഇല്ലാതിരിക്കും. അതാണ് 46-ാം സങ്കീർത്തനം 10-ാം തിരുവചനം. നീ ശാന്തമാവുക, ദൈവമാണെന്നറിയ. നീ ശാന്തമാവുക, ദൈവമാണെന്നറിയുക. എല്ലാ കാര്യങ്ങളും എല്ലാവരോടും പറഞ്ഞാണ് യേശു ആ സമയത്ത് വിശുദ്ധത പാലിച്ചു. കാരണം വെറുതെ നമ്മുടെ സമയം വേസ്റ്റ് ചെയ്യല്ല. ചില സഭക്കാർ എന്ന് പറയും, നിങ്ങളുടെ സഭ ശരിയല്ല, ഞങ്ങളിൽ മാത്രം ശരി. ഞങ്ങളെപ്പോലെ പോരണം, മർത്തോമായിന്ന് പോരണം, ഓർത്തോസിന്ന് പോരണം, പെന്തിക്കോസിന്ന് പോരണം. ഞങ്ങളാണ് കരകവിഞ്ഞുള്ള ദൈവകൃപ, നിങ്ങളൊക്കെ മോശം, ഞങ്ങളാണ് നല്ലത്. അങ്ങനെയുള്ളവരോട് ഒന്നും മിണ്ടാൻ പോകരുത്. ആ സമയത്ത് നീ ശാന്തമാവുക, ഞാൻ ദൈവമാണെന്ന് അറിയുക. കാട്ടിലെ 2 മൃഗങ്ങൾ, ഒന്ന് കടുവ, 2 കഴുത. കഴുതയും കടുവായും കൂടി തർക്കമുണ്ടായി. കടുവ പറഞ്ഞു, കാട് പച്ചയാണ്, ഇല പച്ചയാണ്, മരം പച്ചയാണ്, പുൽത്തകടി പച്ചയാണ്. കഴുത പറഞ്ഞു, മരം മഞ്ഞയാണ്, ഇല മഞ്ഞയാണ്, പൂക്കൾ മഞ്ഞയാണ്, പുൽത്തകടി മഞ്ഞയാണ്. തർക്കം മൂത്തപ്പോൾ 2 പേരും രാജാവായ സിംഹത്തിന് എത്തിച്ചു. അപ്പം കടുവ പറഞ്ഞു, സിംഹരാജാവേ, കാട് പച്ചയല്ലേ, പുല്ല് പച്ചയല്ലേ, ഇല പച്ചയല്ലേ, മരം പച്ചയല്ലേ. കഴുത പറഞ്ഞു, രാജാവേ, ഇലകൾ മഞ്ഞയല്ലേ, പൂക്കൾ മഞ്ഞയല്ലേ, കാടുകൾ മഞ്ഞയല്ലേ. സിംഹം ഇങ്ങനെ കണ്ണടിച്ചിരുന്നു. ഒരുമിച്ച് പറഞ്ഞു, ഞങ്ങൾ ആരാ അർത്ഥം പറഞ്ഞെങ്കിൽ ശിഷ്യാവാണ്. സിംഹം കൈ
കഴുവാട് കവൽ ഒറ്റയടി. ഈ കഴുത വാലും പൊങ്ങി ചെവിയും പൊങ്ങി ജേതാവിനെ പോലെ പൊങ്ങി. ഞാൻ പറഞ്ഞു ശരി, കാടുമഞ്ഞ ഇലമഞ്ഞ പൂക്കളും മഞ്ഞ. കഴുവ സിംഹം ഒറ്റയിരിക്കുമ്പോൾ അടി വിളിച്ചു, രാജാവേ ഞാൻ പറഞ്ഞത് ശരി, ഇല പച്ചയല്ലേ, മരം പച്ചയല്ലേ, പുല്ല് പച്ചയല്ലേ, കാട് പച്ചയല്ലേ, എന്തിനാ നീ എന്നെ അരിച്ചത്? സിംഹം പറഞ്ഞു, കാട് പച്ച ഇല പച്ച മരം പച്ച എനിക്കറിയാം, ഞാൻ നിന്നെ അരിച്ചത് നിന്റെ വിലപ്പെട്ട സമയം കഴുതയോട് തട്ടിക്കാൻ കൊടുക്കുന്ന ശിക്ഷയാണ്. ഒരുപാട് കഴുതകൾ നാട്ടിൽ നടക്കുന്നുണ്ട്. എന്റെ സഭ, അവന്റെ സഭ, അമ്മായിപ്പന്റെ സഭ ഇങ്ങോട്ട് നടക്കും. ഈ പൊട്ടന്മാരെ തട്ടിക്കാൻ വേണ്ട നമ്മളെ വിശ്വസിക്കുക. മുലപ്പാലിന്റെ കൂട്ടത്തിൽ അമ്മ തന്ന സഭയുണ്ട്. അതിനപ്പുറത്ത് ഒരു സഭയിലേക്ക് പേര് അപ്പന്റെ അമ്മയുടെ ഭക്ഷണത്തിന്റെ വേദനകൾ തന്നിട്ടുണ്ട്. ഈ മൂന്നാമതിലോട്ട് അതിസമയങ്ങളിൽ നീ ശാന്തമാവുക, ഞാൻ ദൈവമാണെന്ന് അറിയുക. വേദപുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ഹാഗാർ ഇസ്മായേലിനെ കൊണ്ട് പോവുക. അങ്ങനെ പോയപ്പോൾ ഇസ്മായേലിനെ ദാഹിച്ചപ്പോൾ ഹാഗാർ ഇസ്മായേലിനെ ഒരു മരിച്ചെടിയിൽ ചോട്ടിക്കിടത്തി. കിടത്തിയിട്ട് ഒരു അമ്പേറ്റ് ദൂരം പോയി ഒരു അമ്പേറ്റ് ദൂരം, ഒരു അമ്പെയ്യാൽ എത്ര ദൂരം പോകുമോ അത്രയും ദൂരം പോയി ഹാഗാർ പ്രാർത്ഥിച്ചു. ക്രിസ്തു ജ്ഞാനസ്നാനം കഴിഞ്ഞ് മരുഭൂമിയിലേക്ക് പോയി ശാന്തമായി അറിയാൻ. ഇവിടെ ഒരു കല്ല് ദൂരം മരമുട്ടി കുത്തി. നിങ്ങൾക്കൊക്കെ ഉണ്ടാകുന്ന ഒരു സ്വാഭാവിക സംശയം, എന്തായാലും ദൂരം ആ കല്ലേലുണ്ട്, എത്ര ദൂരം? മറുപടി ഒന്നേ ഉള്ളൂ, എറിയുന്നതിന് ഊര് പോലെയാണ് ദൂരം. 10 വയസ്സുകാരൻ്റെ ഒരു കല്ല് ദൂരം 20 മീറ്റർ, 5 വയസ്സുകാരൻ്റെ ഒരു കല്ല് ദൂരം 10 മീറ്റർ. ദൈവത്തോട് അടുപ്പിക്കാത്ത കെട്ടിവെക്കുന്നു ഭാര്യ അകലം. ദൈവകാര്യം പറയുന്ന കാര്യത്തിൽ എല്ലാ കാര്യത്തിലുമല്ല. ദൈവകാര്യം ഉച്ചിക്കുന്ന പത്രക്കാരും ഭർത്താവാകണം. കാരണം ഒരു കെട്ടിയവനും അന്ത്യവിധിയിൽ പകരക്കാരനാകില്ല, ഒരു ഭാര്യയും അന്ത്യവിധിയിൽ പകരക്കാരിയാകില്ല. എപ്പോഴും മക്കളെ പകരശനം പൊത്തിക്കൊണ്ടിരിക്കല്ലേ, കുറെ അതുകൊണ്ട് വഴിക്ക് പോകും. അപ്പൊ മക്കളെ സൂക്ഷിക്കാൻ വേണ്ടി പള്ളിയും കാട്ടിലും വിട, വീണ്ടും കാവലിക്കാൻ വേസ്റ്റായി അമിതപ്പെട്ട ആരെയും കരുതരുത്. നീ ശാന്തമാവുക, ഞാൻ ദൈവമാണെന്ന് അറിയുക. ദൈവത്തോട് അടുപ്പിക്കാത്തവരും പരമാവധി അകലുക, ദൈവത്തോട് അടുപ്പിക്കുന്നവരോട് പരമാവധി അടുക്കുക. നീ ശാന്തമാവുക, ഞാൻ ദൈവമാണെന്ന് അറിയുക. എന്നിട്ട് നമ്മൾ കാണുകയാണ് പ്രാർത്ഥന രീതി. ഗെത്സമനേത്തോട്ടത്തിൽ യേശു മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. പ്രാർത്ഥിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്നും പ്രാർത്ഥിച്ചില്ലേ എന്ത് സംഭവിക്കുമെന്നും ഗെത്സമേൻ തോട്ടം നമ്മളെ പഠിപ്പിക്കും. 1, നാളെ എനിക്കൊരു കുരിശുണ്ടെങ്കിൽ, നാളെ നിനക്കൊരു കാലുണ്ടെങ്കിൽ പ്രാർത്ഥിക്കുമ്പോൾ വേർക്കും. ഒന്നാമത്തെ ചിന്തയല്ല. നാളെ ഒരു കുരിശുണ്ടെങ്കിൽ, നാളെ ഒരു കാലുണ്ടെങ്കിൽ പ്രാർത്ഥിക്കുമ്പോൾ വേർത്തു പോകും. യേശുവിന് കുരിശിന്റെ കാലുണ്ട്, പ്രാർത്ഥിക്കുമ്പോൾ വേർത്തു. എൻ്റെ ഭാര്യയ്ക്ക് ബ്രസ്റ്റ് ക്യാൻസറിന്റെ സൂചനയുണ്ടെന്ന് ഡോക്ടർ പറഞ്ഞാൽ ഭർത്താവ് പ്രാർത്ഥിക്കുമ്പോൾ വേർത്തു പോകും. എൻ്റെ ഭർത്താവിന് ഒരു സ്ട്രോക്കിന്റെ ആരംഭമെന്ന് ഡോക്ടർ പറഞ്ഞാൽ ഭാര്യ പ്രാർത്ഥിക്കുമ്പോൾ വേർത്തു പോകും. എൻ്റെ കുഞ്ഞിന് ഒരു വലിയ രോഗത്തിന്റെ അടയാളം കേട്ടോ, അപ്പനും വേർത്തു പോകും. കുഞ്ഞുങ്ങൾക്ക് ഒരു പരീക്ഷ, ഒരു ഇന്റർവ്യൂ, പ്രാർത്ഥിക്കുമ്പോൾ വേർത്തു പോകും. നാളെ കുരിശുണ്ടോ, നാളെ കാരുണ്യമുണ്ടോ, പ്രാർത്ഥന നമ്മളെ വേർപ്പിക്കും. രണ്ടാമത്തെ ചിന്ത, നാളെ കുരിശില്ലേ, നാളെ കാരുണ്യയില്ലേ, പ്രാർത്ഥന നമ്മളെ ഉറക്കത്തിലേക്ക് നയിക്കും. നാളെ കുരിശില്ലേ, നാളെ കാരുണ്യയില്ലേ, പ്രാർത്ഥന നമ്മളെ ഉറക്കത്തിലേക്ക് നയിക്കും. യേശു രക്തം എന്ന് പ്രാർത്ഥിക്കുമ്പോൾ പുറകെ ഒരു ശബ്ദം തല്ലൂരി പശ്ചിമ കയറി കയറുന്നത് ഒരു അരപ്പ്. തിരിഞ്ഞു നോക്കിയപ്പോൾ ആദ്യത്തെ പോപ്പ് കൂട്ടം വലിയൊരു ശബ്ദം വന്നു. പത്രോസിന്റെ മയക്കവാ. പത്രോസിന് കുരിശില്ല, കാൽവരിയില്ല, പ്രാർത്ഥിക്കുമ്പോൾ ഉറങ്ങാം. നമുക്ക് കുരിശില്ലേ, പള്ളി വന്നാലും ഉറങ്ങും, സന്ധ്യാപ്രാർത്ഥനയും ഉറങ്ങും, മലയിടും ഉറങ്ങും. കുരിശില്ല, കാൽവരി ഒന്നും ഉറങ്ങാൻ പറ്റില്ല. നമുക്കറിയാം, ചില ആൾക്കാർ ഉറങ്ങണമെങ്കിൽ പ്രാർത്ഥന ഉറങ്ങുന്നതാണ്. ചില ഉറക്കം വരുന്നത് ചില വിദേശന്മാരുടെ പള്ളി പ്രസംഗം കേൾക്കുമ്പോഴാണ്. ചില ഉറക്കം വരുന്നത് ചില ധ്യാനം കൂടുന്നതാണ്. ആൾക്കാർ അറിയാതെ ഉറങ്ങിപ്പോകും. ഒരു അങ്കിൾ രാത്രി 10 പ്രായമുള്ള വികാരിയച്ഛനെ
വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛാ ഒരുപാട് കണ്ണടിക്കാൻ പറ്റുന്നില്ല, ഗുളിക 2, ഇഞ്ചക്ഷൻ 1 പറയാൻ പറ്റുന്നില്ല. അച്ഛൻ ചോദിച്ചു, ഞാൻ എന്നാ ടെലിഫോണിൽ കൂടെ തലയൊക്കെ വെച്ച് പ്രാർത്ഥിക്കണം? ചേട്ടൻ വേണ്ട അച്ഛാ, കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ പ്രസംഗം ഫോണിൽ കൂടെ പറഞ്ഞു ജനിച്ചാൽ മതി എന്ന് പറഞ്ഞോളാം. ഒരച്ഛൻ ധ്യാനിപ്പിച്ചപ്പോൾ ഒരു അങ്കിള് വോക്കൗട്ട് നടത്തി. അച്ഛൻ പറഞ്ഞു, എന്നെ അവഗണിച്ച് ഇറങ്ങിപ്പോന്ന് ഒരു കാര്യം പിടിക്കുകയല്ല. അദ്ദേഹത്തിൻ്റെ ഭാര്യ പറഞ്ഞു, അച്ചു മനസ്സാ വാചാ കർമ്മണ പള്ളിയെ പട്ടക്കാരെയും പരീക്ഷിക്കുന്ന രീതിയില്ല, ഒരു അസുഖമുണ്ട് നീക്കം. എന്താ അസുഖം? എൻ്റെ അച്ചു ഉറക്കത്തിൽ നടക്കുന്ന സ്വഭാവമാണ്. നാളെ കുരിശില്ലേ, നാളെ കല്ലില്ലേ, പ്രാർത്ഥന ഉറക്കത്തിൻ്റെ സമയം. നമുക്കറിയാം, പ്രസവമാണെങ്കിലും എത്ര നല്ലതാണെങ്കിലും ടൈം. കാരണം ഗോഡ് ഈസ് ടൈം, ലൈഫ് ഈസ് ടൈം. സമയനിഷ്ഠ വളരെ പ്രധാനപ്പെട്ടതാണ്. അത് നീളുമ്പം പോരതിയ നീളുമ്പോൾ ചിക്കൻകുനിയുടെ കാലഘട്ടത്തിൽ ഒരു അച്ഛൻ കുർബാനിക്കുന്നു. ഒരു അങ്കിൾ മാത്രം ഞൊണ്ടി പള്ളി. അച്ഛൻ അങ്കിൾ ഇന്ന് സുവിശേഷമായ കഴിയുമ്പോൾ പ്രസവമൊന്നുമില്ല, മറ്റേ പ്രാർത്ഥനയായിട്ടുള്ളവരും അതെന്താ അച്ഛൻ തിരിച്ചു. അതെ, ഒരാളോട് ഈ പ്രസംഗിക്കാൻ ഒരു മൂടില്ല. ഈ അങ്കിൾ പറഞ്ഞു, മര്യാദയുടെ വർത്താനം പറയാൻ അച്ഛാ, ഒരു കോഴിയെ ഒന്നും പറഞ്ഞാൽ ആരും തവിട് കൊടുക്കാതിരിക്കുമോ? ഒരു ആളെ ഒന്നും പറഞ്ഞാൽ പ്രാവ് കൊടുക്കാതിരിക്കുമോ? ഒരു ആത്മാവിനൊന്നും പറഞ്ഞാൽ വചനം കൊടുക്കാതിരിക്കുമോ? എനിക്ക് കേൾക്കണം. അച്ഛൻ ആവേശമായി. അച്ഛൻ സുവിശേഷം കഴിഞ്ഞിട്ട് ഇയാളെ ഒറ്റയ്ക്ക് 35 മിനിറ്റ് ഒരു പ്രസവം കൊടുത്തു. ഇയാൾ മടുത്തുപോയി. കുർബാനയെങ്കിലും ഇയാളെ ഈ മനുഷ്യൻ പറയുന്നു, ചേട്ടാ ഇന്ന് എന്നെ പഠിപ്പിച്ച പാടും മനുഷ്യാൻ മാറിയാൽ ഒരു കോഴിയുടെ ഞാൻ തവിട് കൊടുക്കും, ഒരാളെയുള്ള പ്ലാവന കൊടുക്കും, ഒരാത്മാവുള്ള ഞാൻ വചനം കൊടുക്കും. ചേട്ടൻ വിചാരിച്ചു, ഞാൻ പറഞ്ഞത് ശരിയാ, ദൈവം തമ്പുരാൻ ഒരിക്കലും ഇനി വരും ഒരു കോഴിക്ക് ഒറ്റയ്ക്ക് ഒരു പക്കത്ത് തീറ്റ കൊടുക്കാൻ ഒരു ശത്രുവാൻ സാധ്യതയുണ്ട്. എല്ലാത്തിനും പരിചയമുള്ളൂ. ഒരച്ഛൻ കത്തോലിക്ക പള്ളിയിലെ അച്ഛനാണ്. അച്ഛൻ എല്ലാ ഞായറാഴ്ചയും 20 മിനിറ്റ് പ്രസംഗിക്കും. 20 മിനിറ്റ്. ഒരു വർഷം ആൾക്കാർ പൊരുത്തോളൂ. ഒരു വർഷം കഴിഞ്ഞാൽ ഈ അച്ഛൻ പ്രസംഗിച്ച് 40 മിനിറ്റ് ആൾക്കാർ മടുത്തുപോയി. കുർബാന കഴിഞ്ഞവരെന്ന് വെച്ചാൽ 20 ഓക്കെയാണ്, 40 ഒത്തിരിയാണ്. ഒരുപാട് വീട് മക്കളെ മലപ്പുറമല്ല, ഇനി അസുഖമാണ്. പ്രസംഗം തുടർന്നു ഉമിനീര് പറ്റിയും നാക്ക് വരയുകയും ചെയ്യും. അപ്പോൾ ഒരു ചെറിയ വെളുത്ത പോലെ നാക്കിൻ്റെ കീഴിൽ അത് അനക്കുമ്പോൾ 20 മിനിറ്റ്. അപ്പം ഞാൻ പ്രസംഗം നിർത്തും. കഴിഞ്ഞ ഒരു വർഷം അങ്ങനെ ഇന്നെന്നാ പറ്റി? ഇന്ന് പ്രസംഗം തുടങ്ങിയപ്പോൾ ഗുളികയില്ലല്ലോ എന്ന് ഓർത്തു. വെപ്രാളത്തിനും വേവലാതികളും പോക്കറ്റ് കഴിച്ച് വെളുത്ത ഗുളികയിൽ നാക്കിന് കീഴിലിട്ടു. പക്ഷേ ഗതികയിൽ അത് റോഗയുടെ ബട്ടൻസായിരുന്നു. നീളുന്ന ഒരു പഠിപ്പുണ്ട്. കുരിശുള്ളവർക്ക് നീണ്ടാലും മടിയില്ല, എത്ര നീണ്ടാലും മടിയില്ല. കുർബാന തീരല്ലേ, പ്രാർത്ഥന തീരല്ലേ, കൺവെൻഷൻ തീരല്ലേ, അത് കുരിശുള്ള കാര്യങ്ങൾ ഇല്ലാത്തവരും വാച്ച് നോക്കും. ഇനി 3 മിനിറ്റ്, ഇനി 3/4 മിനിറ്റ് ഇല്ല. നാളെ കാലനിയുണ്ടോ, നാളെ കുരിശുണ്ടോ, പ്രാർത്ഥിക്കുമ്പോൾ വേർക്കൊള്ളും. നാളെ കുരിശില്ലേ, നാളെ കാലനിയില്ലേ, പ്രാർത്ഥന ഉമ്മ ഓർക്കത്തിലേക്ക് നയിക്കും. രണ്ട് ഫ്രൈഡേ 2 കൂട്ടർ കാലനിയിലും. ഒന്ന്, പ്രാർത്ഥിക്കാത്ത 2 കള്ളന്മാർ. പ്രാർത്ഥിക്കാത്ത 2 കള്ളന്മാർ അവർ കാലനിയിലുണ്ട്. അവർ പ്രാർത്ഥിച്ച് മനസ്സിന് ഒഴുകിയിട്ടില്ല. ആണി അടിച്ചപ്പോൾ, ചാക്ക അടിച്ചപ്പോൾ, കുരിശി തച്ചപ്പോൾ അവർ ചീത്ത വിളിച്ചു. കൈ വച്ച് പിടിക്കാൻ തോന്നി, കാല് വച്ച് പിടിക്കാൻ തോന്നി. കാരണം പ്രാർത്ഥിച്ചിട്ടില്ല. പ്രാർത്ഥിക്കാത്ത മനുഷ്യർക്ക് എന്ത് വന്നാലും മുറുമുറുണ്ട്. ഭർത്താവിന് ചെറിയ ഇഷ്ടങ്ങളൊന്നും ചുമ്മാ പോകുന്ന ഭാര്യയൊന്നും ഇഷ്ടക്കേട് വന്നോ പൊട്ടിത്തെയ്യുന്ന തെറ്റില്ല. മക്കളെ ഇഷ്ടങ്ങൾ വന്നോ അതൊന്നും വിളിച്ചു വരുന്ന പേരൻസിന് ഇഷ്ടങ്ങൾ വന്നോ അതൊന്നും വിളിച്ചു വരുന്ന മക്കൾ പ്രാർത്ഥിക്കാത്തവരാണ്. പ്രാർത്ഥിച്ചില്ലെങ്കിൽ ഏതൊരു കുറ്റം ചൂടക്കോ മുടിഞ്ഞ ചൂട് തണുക്കുന്ന ഒടുക്കത്തെ തണുപ്പ് എന്തൊരു കൊതുക് ഇങ്ങനെ വർത്താനം പറയാനുള്ളൂ. തിരുവനന്തപുരം ദൈവശാസ്ത്രം ഇതേ അറിയത്തുള്ളൂ. അപ്പം പ്രാർത്ഥിച്ചില്ലേ ചുമ്മാ കമന്റ് മെത്രമാരെ കുറിച്ച് അച്ഛന്മാരെ കുറിച്ച് സഭയിൽ കേൾക്കും നടത്തണം. പ്രാർത്ഥന തൊട്ടില്ലാത്ത ആളാണിത്. പ്രാർത്ഥനയില്ല, പണിയിൽ പെരുമാറാൻ പറ്റില്ല. അതാണ് 2 ഘടകം. പ്രാർത്ഥിച്ചില്ല, നെഗറ്റീവ് കമന്റ്സ് വരുന്നത്. 2, പ്രാർത്ഥിച്ചു. ക്രിസ്തു കുരിശിൽ വന്നപ്പോൾ കുരിശ് ശരീരമല്ല, ശാപമല്ല, ഭാരമല്ല. ക്രിസ്തുവിന് കുരിശ് പിതാവാ ദൈവം വിരിച്ചു പിടിച്ച കരങ്ങളായിരുന്നു.
പിതാവേ, ഈ തനിക്കുരിശിൽ ഞാൻ തൂങ്ങുന്നില്ല. പിതാവേ, നിന്റെ കരങ്ങളിൽ എന്റെ പ്രാണനെ അർപ്പിക്കുന്നു. പ്രാർത്ഥിക്കുന്ന മനുഷ്യന് ക്യാൻസർ വന്നാൽ, കടബാധകൾ വന്നാൽ, പ്രിയപ്പെട്ടവർ മരിച്ചാൽ ഒരു കുരിശ്, ശരിക്കും കുരിശിന് വെളിയിൽ ഒരു ക്രൂശിതനുണ്ട്. ചുമക്ക തനിക്കുരിശല്ല, എനിക്കും കുരിശിന് വെളിയിൽ ഒരു ക്രൂശിതനായ ക്രിസ്തുവുണ്ട്. അതാണ് പൗലോസ് പറഞ്ഞത്, ഞാൻ പ്രഘോഷിക്കുന്ന ക്രൂശിതനായ ക്രിസ്തുവിനെ കുറിച്ചാണ്, അവന്റെ കുരിശിനെ കുറിച്ചാണ്. ഏത് നൊമ്പരം വന്നാലും ഏത് വേദന വന്നാലും എനിക്കും വേദനയ്ക്കുള്ളിൽ ഒരു ക്രിസ്തുവുണ്ട്. ഈ ഉറപ്പാണ്. വ്യസമയം ഒരു ചിന്ത കൂടി ആത്മീയ ചിന്തമായി നമുക്ക് തരും. അതിലാണ് ബൈബിളിൽ നല്ലവരായ മനുഷ്യരുടെ പ്രാർത്ഥന പ്രത്യക്ഷത്തിൽ ദൈവം കേട്ടിട്ടില്ല. നല്ലവരായ മനുഷ്യരുടെ പ്രാർത്ഥന ദൈവം പ്രത്യക്ഷത്തിൽ കേട്ടിട്ടില്ല. ഉദാഹരണം, മോശ നല്ലവനാണ്. തേനും പാലും കൊടുക്കുന്ന കാനാൻ ദേശത്ത് കാലുത്താൻ ആഗ്രഹിച്ചതാണ്. പക്ഷെ ആ മോശ ജോർദാനിലെ മൗണ്ട് നെബോവിൽ വീട് മരിച്ചു. പ്രാർത്ഥിച്ചിട്ട് ഉത്തരം കിട്ടിയില്ല. ദാവീദ് നല്ലവനാണ്. പക്ഷേ ബെത്ശബയിൽ ജനിച്ച കുഞ്ഞ് കൊല്ലല്ലെന്ന് പ്രാർത്ഥിച്ചു. പക്ഷെ കുഞ്ഞ് മരിച്ചു. പ്രാർത്ഥന കേട്ടിട്ടില്ല. ഭൂമിയിൽ ഏത് കാലിനും താക്കോലുള്ള ക്രിസ്തു പെസഹാ രാജ്യം പ്രാർത്ഥിച്ചു. നാളെ കുടിക്കേണ്ട കലനത്തിന് കാസ മാറ്റിത്തരണേ. കാസ മാറിയില്ല. ക്രിസ്തു കാസ കുടിക്കേണ്ടി വന്നു. 2 12 6 മുതൽ വാക്യങ്ങൾ പരിശുദ്ധനായ പൗലോസിന്റെ പ്രാർത്ഥന. ഈ മുള്ളൊന്ന് മാറ്റിത്തരണം. ക്രിസ്തു പറഞ്ഞു, ആ മുള്ള അവിടെ ഇരിക്കട്ടെ, നിന്റെ ബലഹീനതയില്ല ശക്തി വെളിപ്പെടുക, നിനക്ക് മതി. എന്താ പൗലോസിന്റെ മുള്ള? അതിൽ 3 വ്യാഖ്യാനം. 1, ചുഴലി രോഗം അലട്ടിയ മനുഷ്യൻ. ഇടയ്ക്കിടയ്ക്ക് ചുഴലി രോഗത്തിൽ വെള്ളത്തിൽ തീരും ബോധത്തിൽ വീണു. ചുഴലി എന്ന മുള്ള. 2, ഉദര രോഗം എന്ന മുള്ള. കുഞ്ഞു മനുഷ്യൻ കുട്ടിയിലിറങ്ങാൻ വരവില്ലായി വൈദ്യസുഖം. 3, പാപത്തിന്റെ മുള്ള. ആകെ ഈ നന്മയല്ല ഇച്ഛിക്കാതെ തിന്മ ചെയ്യുന്ന അളവനായ മനുഷ്യനാണ് ഞാൻ. പൗലോസ് പ്രാർത്ഥിച്ചു, മുള്ള മാറ്റി തരണേ. ക്രിസ്തു പറഞ്ഞു, മുള്ള അവിടെ നിനക്ക് എന്റെ കൃപ മതി. അപ്പോൾ മോശ പ്രാർത്ഥിച്ചു, കാലുത്താൻ പറ്റിയില്ല. ദാവീദ് പ്രാർത്ഥിച്ചു, കുഞ്ഞു മരിച്ചു. യേശു പ്രാർത്ഥിച്ചു, കാസ മാറിയില്ല. പൗലോസ് പ്രാർത്ഥിച്ചു, മുള്ളു മാറിയില്ല. ഒരു സംശയം, എന്തിനാ പ്രാർത്ഥിക്കുന്നു? ഉത്തരവൊന്നേ ഉള്ളൂ, കുടിക്കുവാൻ പാനപാത്രങ്ങൾ തരുന്ന കർത്താവ് തന്നോട് പ്രാർത്ഥിക്കുന്നവരെ ആശ്വസിപ്പിക്കുവാൻ ഒരു മാലാഖയെ അയച്ചു കൊടുക്കും. ഇതാണ് പ്രാർത്ഥന ഉത്തരം. കുടിക്കുവാൻ പാനപാത്രങ്ങൾ തരുന്ന കർത്താവ് തന്നോട് പ്രാർത്ഥിക്കുന്നവരെ ആശ്വസിപ്പിക്കുവാൻ അവർക്കായി ഒരു മാലാഖയെ അയച്ചു കൊടുക്കും. അതാണ് നമ്മൾ കാണുന്നത്. മനസ്സ് ഒത്തിരി നീങ്ങുമ്പോൾ ഒരു ബൈബിൾ സ്റ്റഡി, ഒരു ബോധം. ഒരുപാട് മുൻപിരുന്നപ്പോൾ TV ചാനലിൽ ഒരു ആരാധന, ഒരു വചനബോധ. ഒരുപാട് മുൻപിരുന്നപ്പോൾ ഈ 4 ദിവസങ്ങളിൽ ഒരു കൺവെൻഷൻ ദൈവം നടന്നത്. ഒരുപാട് നീങ്ങുമ്പോൾ ഒരു ബൈബിൾ ക്ലാസ്, ഒത്തിരി നീങ്ങുമ്പോൾ ഒരു സൺഡേ ബോധ. കുടിക്കുവാൻ പാനപാത്രങ്ങൾ തരുന്ന ദൈവം പ്രാർത്ഥിക്കുന്ന മനുഷ്യരെ ആശ്വസിപ്പിക്കുവാൻ അവർക്ക് വേണ്ടി ഒരു മാലാഖയെ അയച്ചു കൊടുക്കും. ഇതാണ് തീരത്തിൽ തരുന്ന ഒരു വലിയ ഉത്തരം. ഇനി ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നത്, ആ ദൈവം ആരാ? ആ ദൈവത്തെ കുറിച്ച് ബൈബിളിൽ ഒരു വാക്കാണ്. ദൈവം അഭയശിലയാണ്. ദൈവത്തെ പഴയ നിയമം വിളിച്ചത്, ഓൾഡ് ടെസ്റ്റ്മെന്റ് വിളിച്ചത് അഭയശില. എന്തുകൊണ്ടാണ് ദൈവത്തെ അഭയശില എന്ന് വിളിച്ചത്? ബൈബിളിൽ ദൈവം ഒന്നും പാറയാണ്, നമുക്ക് ആശ്രയിക്കാവുന്ന പാറ. മോശ പാറയ്ക്ക് കഴിച്ചു, കണ്ണു വെള്ളം. പാറക്കുട്ടികളിൽ കണ്ണുനെഴുതി രക്ഷയെ യഹോവയായിട്ട് പാറ ശില. പഴയ നിയമത്തിൽ 2 നിയമങ്ങളുണ്ടായിരുന്നു. 1, യഹോവയായ ദൈവം മോശയോട് നൽകിയ 10 കൽപ്പനകൾ. ആ 10 കൽപ്പന ക്രിസ്ത്യൻ രാജ്യങ്ങൾ ഫോളോ ചെയ്യും. മോശയിലൂടെ യഹോവയായി നൽകിയ 10 കൽപ്പനകൾ ക്രിസ്ത്യാനിറ്റി എവിടെയുണ്ടോ അവിടെല്ലാം ഫോളോ ചെയ്യും. 2, ഹമ്മറാബി എന്ന വിജാതീയ കന്യാകയിലുള്ള 10 കൽപ്പന. ഹമ്മറാബിയുടെ 10 കൽപ്പന. ഹമ്മറാബിയുടെ കൽപ്പനയാണ് ഒരുവരുടെ പല്ല് പറിച്ചാൽ അവന്റെ അതേ വരെ തിരിച്ചു പറിക്കണം.
ഒരുത്തിൻ്റെ പേര് കുത്തിപ്പൊടിച്ചാൽ അവൻ്റെ അതേ പേര് കുത്തിപ്പൊടിക്കുക. ക്രിസ്തു പേര് പറയാതെ പറയുന്നുണ്ട്. കണ്ണിന് വരും കണ്ണ്, പല്ല് വരും പല്ല് പറഞ്ഞത് കേട്ടിട്ടുണ്ടല്ലോ. ആര്? അമരാവതി. നിങ്ങൾ അങ്ങനെ ആയിരിക്കും. അമരാവതി ക്രിസ്തു പറയുന്നു. ഈ മുസ്ലിം രാജ്യങ്ങൾ ഫോളോ ചെയ്യുന്ന അമരാവതിയുടെ നിയമം, സൗദി, കുവൈറ്റ്, ഒരുപാട് രണ്ട് രാജ്യങ്ങൾ കണ്ണുകുത്തി പൊട്ടിക്കുക, നാക്ക് പിടിക്കുക, കൈ വെട്ടുക, ചെവി വെട്ടുക, അമരാവതി കണ്ടുപഠിപ്പിച്ചതാണ്. ഈ ഇങ്ങനെയുള്ള നിയമം ഉള്ളപ്പോഴും അമരാവതി ഒരു കാര്യം കണ്ടുപിടിച്ച് നിയമം ഇങ്ങനെയാണെങ്കിൽ ഒരു മനുഷ്യൻ ഒരു കൃതിയിൽ ഓടിപ്പോയി അവൻ്റെ ദേവാലയത്തിൽ കയറി അവൻ ബലിപീഠപ്പെട്ടാൽ പിന്നെ അവനെ മനുഷ്യൻ കൈവെക്കരുത്. അതും അമരാവതി കൂട്ടിച്ചേർത്ത് ഒരു മോഷണവസ്തു ഓടും, ആൾക്കാർ പിടിക്കാനൊടുക്കും. അവൻ ഓടി വന്ന അവൻ വിശ്വസിക്കുന്ന ദേവാലയത്തിൽ കയറി ബലിപീഠപ്പെട്ടാൽ പിന്നെ അവനെ തൊടരുത്. അവൻ ആവേശിനെ തൊട്ടു. ഒരു കൊലയാളി കൊന്നിട്ട് ഓടിച്ചെന്ന് അവന്റെ ദേവാലയത്തിന് ബലിപീഠപ്പെട്ടാൽ അവനെ തൊടരുത്. അപേക്ഷിതയായ ദൈവത്തെ തൊട്ടു. ഇതിൽ നിന്നും അമേരിക്ക നിയമാവലി എഴുതിയപ്പോൾ രാജ്യത്തെക്കുറിച്ച് വെച്ചു. ക്യൂബയിൽ നിന്നും ഒരു അഭയാർത്ഥി കടൽ നീന്തി ആദ്യം ഒന്ന് തൊടുന്നത് ഫ്ലോറിഡ സ്റ്റേറ്റിലെ മയാമിയുടെ തീരത. അങ്ങനെ തൊട്ടാൽ അമേരിക്ക അഭയം കൊടുക്കണം, പൗരത്വം കൊടുക്കണം. അമേരിക്ക അപേക്ഷില്ല. ലോക ക്രിസ്ത്യാനിറ്റിയോടത്തെല്ലാം ഈ ചിന്ത വന്നു. 250 വർഷം മുമ്പ് ഹിന്ദുക്കളും ഈ ചിന്താധാര കടമെടുത്തു. അവർ പറഞ്ഞു, ഒരു കശാപ്പുകാരൻ്റെ കടയിൽ നിന്നും ഒരു കാള കയ പൊട്ടിച്ചു പോയി. ഒരു ക്ഷേത്രത്തിൽ കയറിയാൽ ആ കാളയെ കൊല്ലരുത്, അത് അമ്പലക്കാള എന്ന് വിളിക്കപ്പെടും. ഇസ്രയേലിന്റെ പരിശുദ്ധ പാരമ്പര്യം ലോക മനസാക്ഷിയെ സ്വാധീനിച്ച വരികയാണ്. ദൈവം അപേക്ഷില്ല. അപേക്ഷിതയായ ദൈവം നമ്മുടെ ജീവിതത്തിൽ 4 കാര്യങ്ങൾ ചെയ്യും. പ്രാർത്ഥിക്കുന്ന മനുഷ്യന് കിട്ടുന്ന 4 ഉറപ്പുകൾ. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം, പുറപ്പാട് പുസ്തകത്തിന്റെ 3-ാം അധ്യായത്തിൽ 4 മുതലുള്ള വാക്യങ്ങൾ അപേക്ഷിതയായ ദൈവത്തിന്റെ 4 പ്രവൃത്തികൾ. ഈ 4 പ്രവൃത്തികളിൽ പ്രാർത്ഥിക്കുന്നവർ പങ്കുചേരുന്നു. 1, നിങ്ങളുടെ അലച്ചിൽ അവൻ കണ്ടു. 2, നിങ്ങളുടെ കരച്ചിൽ അവൻ കേട്ടു. 3, നിങ്ങളുടെ ഇംഗിതം അവൻ അറിയും. 4, അവൻ നിങ്ങളുടെ ഇറങ്ങി വരും. പ്രാർത്ഥിക്കുന്ന മനുഷ്യന് ദൈവം കൊടുക്കുന്ന 4 ഉറപ്പുകൾ. പുറപ്പാട് പുസ്തകത്തിന്റെ 3-ാം അധ്യായത്തിൽ 4 മുതൽ വാക്യങ്ങൾ. 1, അവൻ കാണുന്നു. 2, കേൾക്കുന്നു. 3, അറിയുന്നു. 4, ഇറങ്ങി വരുന്നു. ഇതാണ് പ്രാർത്ഥിക്കുന്ന ഉറപ്പ്. 1, അവൻ കാണുന്നു. എല്ലാം കാണുന്ന ദൈവമാണ്. പകൽ സൂര്യനായി അവനെന്നെ കാണും, രാത്രി നക്ഷത്രമായി അവനെന്നെ കാണും. എൻ്റെ ഓരോ ജീവിതത്തിൻ്റെ ഓരോ ജീവസ്പന്ദനവും കാണുന്ന ദൈവമുണ്ട്. ഉറപ്പ്, കാണുന്ന ദൈവം. ചില നല്ല അമ്മച്ചിമാരുകൾ എന്നെ അയച്ചു, കെട്ടിയവരും മക്കളും കഴിഞ്ഞു തരും, തമ്പുരാൻ കാണുന്നുണ്ടല്ലോ മതി എവിടെയിരുന്ന. ചില ആൾക്കാർ ഞങ്ങളുടെ ആശ്രമങ്ങളിൽ സംഭാവന കൊടുത്തരും. റെസിപ്റ്റ് കൊടുക്കുമ്പോൾ റെസിപ്റ്റ് ആരെ കാണിക്കാണ്? തമ്പുരാൻ കണ്ടാൽ മതി. TN ശേഷൻ, ഇന്ത്യയുടെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ, തൃശ്ശൂരിൽ ഒരു പ്രോഗ്രാം, ഒരു ക്ഷേത്ര കമ്മിറ്റിക്കാരൻ ശേഷനോട് പറഞ്ഞു, ഒരു ക്ഷേത്രം പണിയുന്നു. ശേഷൻ മനസ്സിലായി സംഭാവന ലക്ഷ്യം. TN ശേഷൻ അന്ന് 2001 രൂപ സംഭാവന കൊടുത്തു. അവർ എത്തിയിരുത്തി. TN ശേഷൻ ഇലക്ഷൻ കമ്മീഷൻ ഇന്ത്യ ഡൊണേഷൻ 2001 രൂപ. റെസിപ്റ്റ് കൊടുത്ത ശേഷം പറഞ്ഞു രസീത് വേണ്ട. അതെന്താ? ദൈവത്തിന് ഒഴിവുന്ന കാര്യത്തിൽ ഞാൻ കണക്ക് വെക്കാറില്ല, ദൈവം കണ്ടാൽ മതി. പൗരീശ്വരൻ എന്തിനാ കഷ്ടപ്പെട്ട് ഞങ്ങളെ കൊണ്ട് റെസിപ്റ്റ് എത്തിച്ചത്? ശേഷം പറഞ്ഞു ദൈവത്തിന് കൊടുക്കുന്ന കാര്യത്തിൽ ഞാൻ കണക്ക് വെക്കുകയില്ലേ. ദൈവത്തിന്റെ നാമത്തിൽ പിരിക്കുന്ന ആൾക്കാർക്ക് ഒരു കണക്ക് വേണം. റെസിപ്റ്റ് നേരെ ദൈവം കാണുന്നവന്, അവൻ കാണുന്ന ദൈവം. 2, അപ്പം ഒരു കാര്യം ഓർത്തോളം, ക്ഷീണിച്ച് കിടക്കുന്ന ഒരു ഭാര്യയെ കുളിപ്പിച്ച് തുടപ്പിച്ച് കിടന്നു പത്രക്കാരും TV ചാനലും കാണുകയില്ല, ദൈവം കാണും. തളവ് കിടക്കുന്ന ഭർത്താവിനെ ഒന്ന് കുളിപ്പിച്ച് തുടപ്പിച്ച് കിട്ടുമ്പോൾ വാർത്താമാധ്യമങ്ങൾ കാണുകയില്ല, അവാർഡില്ല, പക്ഷേ ദൈവം കാണും. ഒരു പാത്രം പച്ചവെള്ളം കൊടുത്താലും കാണും. മത്തായി 10:42. എൻ്റെ നാമത്തിൽ ചെയ്യുന്നുണ്ട്. ഒരു പാത്രം പച്ചവെള്ളം കൊടുത്തപ്പോൾ ഞാൻ കണ്ടു. ഇപ്പം പ്രാർത്ഥനയിൽ ഉറപ്പ് ദൈവം എല്ലാം കാണും. 2, അവൻ കേൾക്കുന്ന ദൈവമാണ്. എല്ലാ പ്രാർത്ഥനയും കേൾക്കും. ജെറമിയ 33:3.
ജെറമിയ 33:3. നീ എന്നെ വിളിക്കുക, ഞാൻ നിന്നെ കേൾക്കുന്ന ദൈവമാണ്. നീ എന്നെ വിളിക്കുക, ഞാൻ നിന്നെ കേൾക്കുന്ന ദൈവമാണ്. എല്ലാ പ്രാർത്ഥനയും ദൈവം കേൾക്കും. ചിലപ്പം ആട്ടെ, ചിലപ്പം വേണ്ട, പ്രാർത്ഥന കേൾക്കും. അത്താഴ ശുശ്രൂഷികളായ 10 ആൺകുട്ടികൾ വെള്ളിയാഴ്ച വികാരിച്ചുള്ളത്. നാളെ ഞങ്ങൾ പിക്കിക്ക് പോകുമ്പോൾ മഴ പെയ്യാതിരിക്കാൻ അച്ഛൻ പ്രാർത്ഥിക്കണം. അച്ഛൻ മക്കൾ നോക്കൂ, ഒരു മഴയും പെയ്യല. ഞാനാ പറയുന്നത്. പിള്ളേരുടെ കാര്യത്തോടെ പോയി ഉച്ചയ്ക്ക് 2:30 ആയപ്പോൾ അറബിക്കടലും അറ്റ്ലാന്റിക് നിൽക്കുക ഒരു പെരുമഴ. പിള്ളേരാണ് നനഞ്ഞു. ഞായറാഴ്ച കുഞ്ഞുങ്ങൾ പള്ളിയിൽ വന്നപ്പോൾ വികാരിച്ചൻ കുപ്പായം തോന്നുന്ന അലമാരയിൽ കൂടി ഒളിച്ചിരുന്നു. കുട്ടികൾ കൈയോടെ പിടിപിടി പിന്നെ അച്ഛൻ ഒളിച്ചിരിക്കും. പറഞ്ഞു മഴ പെയ്യലാന്ന് ഞാൻ പറഞ്ഞിട്ടും മഴ പെയ്യില്ല. അപ്പോൾ അച്ഛൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടില്ലെന്നും നിങ്ങൾ കരുതുന്നതോട് കരുതി ഞാൻ വിളിച്ചതാണ്. കുഞ്ഞുങ്ങൾ പറഞ്ഞു ആരാശ പറഞ്ഞത് ദൈവം പ്രാർത്ഥന കേട്ടില്ല. ദൈവം പ്രാർത്ഥന കേട്ടു. പെയ്യല്ലേ നഷ്ടം വരുമ്പോൾ പെയ്തോട്ടെ എന്ന് ദൈവം മറുപടി തരുന്നു. എല്ലാ പ്രാർത്ഥനയും കേൾക്കും. ഐദർ യെസ് ഓർ നോ. അതിന് ഉത്തരവാദിന. 1 അവൻ കാണും, 2 കേൾക്കും, 3 അവൻ അറിയുന്നു. നിന്റെ ഇംഗിതം ഞാൻ അറിഞ്ഞു. യോഹന്നാൻ 2:25. മനുഷ്യൻ ഇംഗിതം പറഞ്ഞുകൊണ്ട് യൂദാസിനെയും ശിഷ്യനാക്കി. ഒരു പച്ച മനുഷ്യനായ എന്റെ കുറവറിഞ്ഞ് എന്നെ അച്ഛനാക്കി. ഒരു പുരുഷന്റെ കുറവറിഞ്ഞ് ഭർത്താവാക്കി അപ്പനാക്കി. ഒരു സ്ത്രീയുടെ കുറവറിഞ്ഞ് ഭാര്യയാക്കി അമ്മയാക്കി. എല്ലാം ദൈവം തന്നെ. കുറവുണ്ടോ? അത് ദൈവം അറിയുന്നുണ്ട്. ദൈവം എല്ലാം അറിയുന്നുണ്ട്. ചെറിയ നന്മ ചെയ്യുമ്പോഴും ചെറിയ തിന്മ ചെയ്യുമ്പോഴും രണ്ടും ദൈവം അറിയുന്നു. അനാവശ്യമായ ആളുകൾ മനസ്സിൽ ചിന്തിക്കുമ്പോൾ ആ ചിന്ത പോലും ദൈവം അറിയും. അപ്പൊ നമ്മൾ വിശുദ്ധിയിൽ യാതൊരിക്കണം. ദൈവം അറിയുന്നവന്. 1 കാണുന്നവൻ, 2 കേൾക്കുന്നവൻ, 3 അറിയുന്നവൻ. 4 അവൻ ഇറങ്ങി വരുന്നവനാ. നിങ്ങൾക്കിടയിൽ ഇറങ്ങി വരും. ക്രിസ്ത്യാനിയുടെ ദൈവം not a being but a becoming. The Bible, God is not a being, He is a becoming. ആയിരിക്കുന്ന ദൈവമല്ല, ആയിത്തീരുന്ന ദൈവമാണ്. ആയിത്തീരുന്ന ദൈവം. വിശന്നപ്പോൾ മഞ്ഞയായി തീർന്നു, ദാഹിച്ചപ്പോൾ വെള്ളമായി തീർന്നു, ജലസിക്ക് വേണ്ടി കൊതിച്ചപ്പോൾ സീനായി സമരത്തിൽ കാടപ്പക്ഷിയായി തീർന്നു. വൈദികരുടെ കരകളും അത്താരിയും അപ്പവും മീനുമായി തീർന്നു വരികയാണ്. ഓരോ നിമിഷത്തിലും കടന്നു വരുന്ന ദൈവമുണ്ട്. ഇതാണ് പ്രാർത്ഥനയുടെ. ഇനി പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന 3 സമ്മാനങ്ങൾ. മത്തായി 17 1 മുതൽ 8 വരെ വാക്യങ്ങൾ. മത്തായി 17 1 മുതൽ 8 വരെ വാക്യങ്ങൾ. അവൻ പത്രോസിയാകും യോഹന്നാൻ 3 പേരെ കൂട്ടിക്കൊണ്ട് ഉയർന്ന മലയിൽ പോയി. മത്തായി പേരില്ല, പിന്നെ പാരമ്പര്യം പേരുള്ളൂ താപോമല. അങ്ങനെ പേര് അസുവിശേഷപ്പെടുത്തില്ല. ആ മലമുകളിൽ ക്രിസ്തു പ്രാർത്ഥിച്ചപ്പോൾ അവന്റെ മുഖം സൂര്യനെ പോലെ പ്രകാശിച്ചു. ഭൂമിയിൽ ഒരലക്കുകാരനും വെളുപ്പിക്കുവാൻ പറ്റാത്ത വിധം അവന്റെ വസ്ത്രം വെട്ടിത്തന്നു. ഏലിയായും മോശയും സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഒരു മേഘം വന്ന് മൂടി. മേഘത്തിന്റെ ഒരു സ്വരം, ഇനി ഇവൻ കണ്ടില്ല. ശിഷ്യർ പയലിലായി കമിഴ്ന്നു. യേശു ക്രിസ്തു അടുത്തതിൽ പറഞ്ഞു, ധൈര്യമായിരിക്കും, താഴ്ന്നേക്ക് പോകാം. ലോകാരംഭം മുതൽ ലോകാവസാനം വരെ പ്രാർത്ഥിക്കുന്ന മനുഷ്യർക്ക് ദൈവം കൊടുക്കുന്ന 3 സമ്മാനം. 1 ഇലുമിനേഷൻ, 2 ക്ലാരിറ്റി, 3 കറേജ്. 3 സമ്മാനങ്ങൾ പ്രാർത്ഥിക്കുന്ന മനുഷ്യരെ. 1 ഇലുമിനേഷൻ, മുഖപ്രകാശം. മോശ സീനായി വരെ അറിയുന്നപ്പോൾ നോക്കാൻ പറ്റില്ല. അത്രയും വലിയ വെളിച്ചം ആ മുഖത്തുള്ള, അത്രയും വലിയ തിളക്കം ആ മുഖത്തുണ്ടായിരുന്നു. ദൈവത്തോട് ബന്ധപ്പെടുമ്പോൾ മുഖത്ത് പ്രകാശം. ബലിയിറങ്ങിയ അച്ഛന്മാരുടെ മുഖത്ത് ഒരു വെട്ടം. കുർബാനയ്ക്ക് വന്ന അപ്പൻ്റെ അമ്മയുടെ മുഖത്ത് ഒരു വെട്ടം. കാരണം ദൈവത്തോട് ബന്ധപ്പെടുമ്പോൾ ഒരു വെട്ടം. ഗ്രീക്ക് അക്ഷരമാലയിൽ 3 ആൽഫബറ്റുകൾ. 1 ആൽഫ, 15 ഒമിക്രോൺ, 30 ഒമേഗ. ദൈവം ആൽഫയും ഒമേഗയും, ആദിയും അന്ത്യവുമാണ്. ആൽഫ എന്ന് പറഞ്ഞാൽ പ്രകാശതരംഗമാണ്. പ്രകാശതരംഗമാണ്. ദൈവം മുഴുവൻ പ്രകാശമാണ്. ദൈവത്തോട് ബന്ധപ്പെട്ടതെല്ലാം പ്രകാശം. ദൈവം അതിനെ പറഞ്ഞ ആദ്യം പറഞ്ഞ വചനം ഉൽപ്പത്തി 1:3 let there be light. ദൈവപ്രകാശമാണ്. പ്രകാശമുണ്ടാകട്ടെ. 34-ാം സങ്കീർത്തനം 5-ാം തിരുവചനം, അവൻ നോക്കിയവരെല്ലാം പ്രകാശിതരായി. ഇസ്രായേൽ മക്കൾ 40 വർഷം
മരുഭൂമിയിൽ നടന്നപ്പോൾ രാത്രി ദീപസ്തംഭത്തിൽ പ്രകാശം. പ്രകാശമായ ദൈവം ഒരു പുൽക്കൂട്ടിൽ ജനിച്ചപ്പോൾ പ്രകാശം മിഴി തുറന്നു, നക്ഷത്രം വിരിഞ്ഞു. പ്രകാശമായ ദൈവം കുരിശിൽ മരിച്ചപ്പോൾ പ്രകാശം മിഴികൂട്ടി, സൂര്യൻ അസ്തമിച്ചു. യോഹന്നാൻ 8:12 ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ്. മത്തായി 5:13-14 വാക്യങ്ങൾ നിങ്ങൾ ഭൂമിയുടെ ഉപ്പും ലോകത്തിന്റെ പ്രകാശമാണ്. നമ്മൾ ഒരു നല്ല കുർബാനയുമായി വരുമ്പോൾ ദേഹത്ത് ആത്മാതരകമാണ്. ഒരധ്യായം ബൈബിൾ വായിക്കുമ്പോൾ ആത്മാതരകം, 2-3-4 സുവിശേഷഗീതങ്ങൾ പാടുമ്പോൾ ആത്മാതരകമാണ്. നല്ല മനുഷ്യനോട് ഇരിക്കുമ്പോൾ ആത്മാതരകമാണ്. ചിലരോട് കൂടെ എത്ര ഇരുന്നാലും സമയം പോകാൻ ചെയ്യല്ല. ചിലരോട് കാണുമ്പോൾ എങ്കിലും ഓടാൻ തോന്നും, കാരണം ആത്മാതരകമില്ല. അമ്മമാരുടെ ദേഹത്ത് സാധാരണ ആത്മാതരകം, അപ്പൻ്റെ ദേഹത്ത് ബീറ്റാതരകമെന്ന് പറയുക. അപ്പം നല്ല തരമുണ്ടോ പ്രാർത്ഥിക്കുന്ന അമ്മ അപ്പൻ നമ്മുടെ മുഖത്തെല്ലാം ഒരു പ്രകാശമാണ്. ദൈവത്തോട് ബന്ധപ്പെടുമ്പോൾ കിട്ടും മുഖപ്രകാശം, ഇലുമിനേഷൻ. നമ്മുടെ ദേഹത്ത് 4 തരംഗങ്ങൾ മാറുമാറുണ്ട്. പ്രാർത്ഥിക്കുമ്പോൾ, ദൈവത്തോട് ബന്ധപ്പെടുമ്പോൾ, തിരുവചനം വായിക്കുമ്പോൾ ആത്മാതരകം, അടുക്കളയിൽ പണിയെടുത്ത് മടുക്കുമ്പോൾ ബീറ്റാതരകം, നൈറ്റ് ഡ്യൂട്ടി കഴിയുന്ന നേഴ്സിന്റെ ദേഹം ബോംബ് പോലെയാണ്, അത് ബീറ്റാതരകം പൊട്ടിത്തെറിക്കാൻ തോന്നും. ഒരുപാട് പണികൾ കഷ്ടപ്പെടുന്ന അപ്പൻ്റെ ദേഹത്ത് ബീറ്റാതരകം. ഞായറാഴ്ച കുർബാനയും കമ്മ്യൂണിറ്റി കഴിയുമ്പോൾ വികാരിച്ചമാരുടെ ദേഹത്തും ഒരു ബീറ്റാതരകം പെട്ടെന്ന് ചൂടാക്കുന്നു. അങ്ങനെ ബീറ്റാതരകം വരുമ്പോൾ തലവേദന, മന്ദത, മറവി, ഭാരം ഒക്കെ ദേഹത്ത് വരാൻ തുടങ്ങും. 3 ഡെൽറ്റാതരകം. എന്താ ഡെൽറ്റാതരകം? പൊടി മയക്കത്തിൽ എന്തോ സംഭവിക്കും എന്ന് തോന്നും. ഷുഗറിന് നിരന്തരം ഗുളിക കഴിക്കുന്നത് ഇടയ്ക്കൊന്നും മയങ്ങും. ആ സമയത്ത് ദേഹത്ത് ഡെൽറ്റാതരകമാണ്. എന്തോ സംഭവിക്കുന്നു, എന്താണെന്ന് അറിയത്തില്ല. 4 കേറ്റാതരകം. ചുഴലി രോഗമുള്ളവര് വെള്ളത്തിൽ ബോധം വീഴുന്നു, ദേഹത്ത് വീഴും. കേറ്റാതരകം നിരന്തരം എന്തിനേലും മരുന്ന് കഴിക്കുക, ഉറങ്ങുമ്പോൾ വെള്ളത്തിൽ 1 മണിക്ക് 4 മണി കഴിയും, ഉറക്കം വലിക്കുമ്പോൾ കേറ്റാതരകം. ബീറ്റാതരകം ദേഹത്തോട് പറയുന്നത് കുർബാനയിൽ ഒന്ന് തുറന്ന് പ്രസാരിക്കുമ്പോൾ, ഒരു നല്ല കൗൺസിലിംഗ് കൊടുക്കുമ്പോൾ ഈ നെഗറ്റീവ് തരകം ആത്മാതരകമായിട്ട് മാറും. അവിടെയാണ് പ്രാർത്ഥനയും രോഗശാന്തി, അവിടെയാണ് പ്രാർത്ഥനയും മനസ്സമാധാനം. നെഗറ്റീവ് തരകങ്ങൾ പോസിറ്റീവ് തരകങ്ങളാണ്. 1 മുഖപ്രകാശം, 2 വ്യക്തത. പ്രാർത്ഥിക്കുന്ന ദൈവം കൊടുക്കുന്ന 2ാമത്തെ സമ്മാനം ക്ലാരിറ്റി, വ്യക്തത. എന്താ വ്യക്തത? ഏലിയായും മോശയും അവരോട് സംസാരിക്കുന്നത് കണ്ടു. അപ്പോൾ ഒരു സ്വരം, ഇനി ഏലിയായും മോശയും വേണ്ട, ഇവനെ കേൾക്കുക. ഇതാണ് ക്ലാരിറ്റി. പഴയ നിയമം കടന്നുപോയി. പഴയ നിയമം വെറും സ്റ്റെപ്പ് മാത്രം, ഫുൾഫിൽമെന്റ് ന്യൂട്രീഷനില്ല. ക്രിസ്തുവിനെ കാണിച്ചു വന്നു. ഇനി ഏലിയായും മോശയല്ല, ഇനി ഇവ മനസ്സിലാക്കുക. ഏലിയ പ്രവാചകൻ, മോശ നിയമം. ക്രിസ്തു പറഞ്ഞു നിയമിക്കുക പ്രവാചകന്മാരെ ഇല്ലാതാക്കാനല്ല, പൂർത്തിയാക്കാനാണ് വന്നിരിക്കുക. യേശു ക്രിസ്തുവിൽ എല്ലാം പൂർത്തിയായി. ഇതാണ് വ്യക്തത. ഇന്നലെ സംഭവിച്ചതെല്ലാം ഇന്നത്തെ നന്മയ്ക്ക് വേണ്ടി. ജെറമിയ 29:11 നീ നിന്നെ കുറിച്ച് പദ്ധതിയുണ്ട്, നിന്റെ നാശത്തിനില്ല, നന്മയുടെ പദ്ധതി, ശുഭമായ ഭാവിയും ഭദ്രമായ പ്രത്യാശ നിൽക്കുന്ന പദ്ധതി. ഇന്നലെ സംഭവിച്ചതെല്ലാം ഇന്നലെ നന്മയ്ക്ക് വേണ്ടി. എനിക്ക് നല്ല ഉറപ്പാണ്. ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് ചെരുപ്പ് കിട്ടില്ല. ചെരുപ്പ് മേടിക്കാൻ അപ്പനും അമ്മയ്ക്കും കാശില്ല. അപ്പം പട്ടാളത്തിൽ നിന്നാലും ചെരുപ്പില്ലാതെ നടന്നു, അമ്മയും നടന്നു. എൻ്റെ 3 പേര് ഞാൻ ജയിലിലൊക്കെ മരിച്ചുപോയി. ഒരു ജ്യേഷ്ഠനും ചെരുപ്പിട്ട് കിട്ടിയിട്ടില്ല. ഞാൻ എന്നും ഓർക്കും, കമ്പരാന് 2 ചെരുപ്പിടാൻ പറ്റിയില്ലല്ലോ എന്ന് ഓർമ്മ. പീഡിക്ക് +2 കോളേജിൽ കഴിയുമ്പോഴും ഞാൻ ചെരുപ്പിട്ടിട്ടില്ല. അന്നൊരു ദുഃഖം പോലെ മനസ്സിലായി. പക്ഷേ അച്ഛനായപ്പം 31 വർഷം കഴിഞ്ഞു. 50 രാജ്യങ്ങളിൽ ഞാൻ പോയി ആരംഭിച്ചു. 6 പാസ്പോർട്ടുകൾ അടിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഇതുവരെ ഒരു ചുമയോ പനിയോ എന്നോട് ഞാനൊന്നും ചെയ്തിട്ടില്ല. ഒരു ക്ഷീണമില്ല. കാരണം അന്നത്തെ ചെരുപ്പില്ലാത്ത നടപ്പ് എല്ലും കെട്ടി, തൊലിക്കെട്ടി, മനക്കെട്ടി, ശക്തി എല്ലാം നേരിടുന്നു. എന്നെ കൂടെ ഒപ്പം പഠിപ്പിക്കുന്നത് 10 വർഷം കഴിയുമ്പോൾ ഡോക്ടർമാരെ കയ്യെ പിടിച്ചു, അച്ഛാ പഞ്ചാരയുണ്ടോ, പാമോയിലുണ്ടോ, മണ്ണെണ്ണയുണ്ടോ, പാലിവാരസുണ്ടോ, ആരെയും കളിയാക്കുക. ഞാൻ പറഞ്ഞത് ആ പ്രതിരോധ
ശക്തി എനിക്ക് തന്ന ഇമ്മ്യൂണിറ്റി പവർ. ഓരോന്നും സംഭവിക്കുകയല്ല, പിന്നെ അതിനോട് ദൈവത്തിന് അനുവദിച്ചു. കോമൺവെൽത്ത്, ഏഷ്യാഡ്, സാത്ത് ഗെയിംസ് വരുമ്പോൾ ആർക്കാ സ്വർണ്ണമെഡൽ? ഞങ്ങളുടെ മലമുണ്ടിലെ പ്രിയാസീനൻ, ബീനാമോൻ, ബിജുമോൻ, ജോസഫ് എബ്രാഹിം, എം ഡി വത്സമ്മ, പി ടി ഉഷ. മലമുണ്ടിൽ നടന്ന പരിശോധന സിറ്റിയിൽ നല്ല മുതലാളി പെണ്ണുങ്ങളുണ്ട്. കണ്ടാലോ കുതിർന്ന മോഡൽ പോലെ ഇരിക്കുക. പക്ഷെ കുഞ്ഞ് സ്വർണ്ണമെഡൽ പോയിട്ട് തെങ്ങിന് കവളമെഡൽ പോകുമ്പോൾ അണുത്ത ശ്വാസം തന്നെ. ഈയിടെ 5-6 ചേട്ടന്മാർ ഒരുമിച്ച് ചോദിച്ചു, എന്തുകൊണ്ടാണ് മലയാളികളിൽ തന്നെ സ്വർണ്ണമെഡൽ? ഒരു ചേട്ടൻ പറഞ്ഞു, മലയാളി പെണ്ണല്ലേ സ്വർണ്ണവും കേട്ടു മരണപ്പെട്ടോണ്ടുള്ള ഒറ്റപ്പൊട്ടും അതുകൊണ്ട് വയറ്റുള്ളൂ, അങ്ങനെ വേണ്ടി കിട്ടും. അപ്പം പാലാ ഭാഗത്ത് മെഡിക്കൽ പെണ്ണുങ്ങൾ ഒരിക്കലും സാമ്പാർ ചെയ്ത് അത് 10 മിനിറ്റ് കൊണ്ട് സ്വർണ്ണമാകുന്ന പുതിയ ടെക്നോളജി. ഒരിക്കലും സാമ്പാർ 10 മിനിറ്റ് കൊണ്ട് അത് സ്വർണ്ണമായിട്ട് മാറും. എന്താ ചെയ്യുക? സാമ്പാർ മേശപ്പുറത്ത് വെക്കും, പെണ്ണുകൾ കസേരയിരിക്കും. എന്നിട്ട് 22 ക്യാരറ്റ് അരിഞ്ഞിടുമ്പോൾ അത് സ്വർണ്ണമായിട്ട് മാറും. അപ്പം ക്ലാരിറ്റി വ്യക്തത. ഇന്നലെ സംഭവിച്ചാൽ ഇന്നത്തെ നന്ദിക്ക് വേണ്ടി ഞാൻ 8-9-10 ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ്റെ അമ്മയ്ക്കും ഏറ്റവും ഇഷ്ടമായിരുന്നു മനോരമ അല്ലെങ്കിൽ മനോരാജ്യം. അന്നൊരു വാരികയുടെ വില 25 പൈസ. ഞാൻ അമ്മ എൻ്റെ 25 പൈസ മുമ്പ് പോയി ഒരു മനോരമ ചൂടോടെ മേടിച്ചുള്ള ഞാൻ ഈ മനോരമ മേടിച്ചു. അപ്പോൾ അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടമാണ് കാർത്തിക നക്ഷത്രം, അമ്മയുടെ നക്ഷത്രം. അമ്മയ്ക്ക് വായന വലിയ പരിചയമില്ല. അമ്മ കളിക്ക് അടിയോട് ചെയ്യുമ്പോൾ ഞാൻ മേശപ്പുറത്ത് വാരി വെച്ച് ഒരു ജേതാവിനെ പോയി ഇരിക്കും. അമ്മ പറയും, മോനെ ഉറക്കെ തെളിച്ച് വായിച്ച് കാർത്തിക നക്ഷത്രത്തിൽ പറഞ്ഞു അടുത്ത ഒരാഴ്ചക്കാരൻ എന്നതാണ് വരാൻ പോകുന്നത്. ഇന്നും വരാതികൾ വരുമ്പോൾ ഞാൻ ചുമ്മാ നോക്കും. സ്വകരാജ്യത്തിൽ ഈ ആഴ്ച കാർത്തികയിൽ എന്തെല്ലാം സംഭവിക്കും അത് വായിച്ചു. അമ്മ വായിക്കുക, ഞാനത് വായിക്കും. അടുത്ത ഒരാഴ്ചക്കാലം കാർത്തിക നക്ഷത്രത്തിൽ നിന്ന പെണ്ണുങ്ങൾക്ക് മക്കളുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് വിശിഷ്ട വിഭവങ്ങൾ ഉണ്ടാക്കി കൊടുക്കാനുള്ള എല്ലാ സാധ്യതകളുണ്ട്. എന്നിട്ട് ഞാൻ ഓടിപ്പോയി വായിക്കും. പരിതപത്തിട്ട് എനിക്ക് അങ്ങനൊന്നും ഇഷ്ടമാണ്. ജ്യേഷ്ഠയുടെ സിനിമയ്ക്ക് പോലും വട്ടുണ്ടോ കാശ് കൊടുത്ത് ജ്യേഷ്ഠിക്കാൻ അയാളുടെ പണത്തിന് പോവുക. അപ്പം ഞാൻ ഈ പരിതത്തുകൾ വായിക്കും. എന്നിട്ട് ഞാൻ പ്രാർത്ഥിക്കും, ദൈവമേ ഞാൻ വളർന്ന് വലുതാവുമ്പോൾ മനോരമയിൽ എൻ്റെ പേര് വിളിച്ച് ഒരു പരിതപത്തിൽ ഇടാനുള്ള ഭാഗ്യം തന്നെ. കുട്ടിക്കാരുടെ പ്രാർത്ഥന. സത്യനും ശീലയും നസീറും ശാരദയും മരച്ചൊക്കെ കൊടുമ്പോൾ കുടിച്ച് വെള്ളത്തിൽ പോകുമ്പോൾ ഞാൻ പ്രാർത്ഥിച്ചിരുന്നു, ദൈവം ഒരു കാലത്ത് ഉരുകിക്കുന്ന മരത്തിൻ്റെ കൊമ്പ് കൊടുക്കാനുള്ള ഒരു ഭാഗ്യം തന്നെ. കുട്ടിക്കാരുടെ ഒരു കൊട്ട പ്രാർത്ഥന. വർഷങ്ങൾ കഴിഞ്ഞു. ഇന്ന് മനോരമ ഓരോ ആഴ്ചയാകുമ്പോൾ എഴുത്തരും ഉത്തമരേശം ഫ്രീയാണെങ്കിൽ ഒരു പരിതബന്ധം അയച്ചു തരാമോ? അക്കൗണ്ടിലേക്ക് ഞങ്ങൾ പണം അയച്ചു തരും. നിരന്തരം മനോരമ പഠിക്കും. മനോരമ ഏറ്റവും കൂടുതൽ വിറ്റ പുസ്തകം ഞാൻ എഴുതിയ പുസ്തകം. ഇന്ന് സകല ജാതികളും അത് പ്രീമാറ്റി ഗിഫ്റ്റാക്കി കൊടുക്കും. 1.5 ലക്ഷം രൂപ വിറ്റ് തരുന്ന അവരുടെ കാവ്യ പുസ്തകം ഇണയും തുണയും, ഇണയും തുണയും. മറ്റൊന്ന് DC പുസ്തകമാണ് ജീവിതം വെച്ച് സന്തോഷമായി. ഒരു കൊച്ചു ഗ്രാമത്തിൽ നിന്ന് വളർന്നു വന്ന ചുമ്മാ പോകുമ്പോൾ ദൈവം കൊടുക്കുന്നതിൽ ഉറപ്പാണ് എല്ലാം നന്ദിക്ക് വേണ്ടി. ചില കാഴ്ചകളൊക്കെ 3 പേരുടെ മരണം ഒക്കെ സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. എങ്കിലും ഉറപ്പാണ് ദൈവത്തെ സ്നേഹിക്കുന്നവർ, അവരുടെ പ്രകാരം പിടിക്കപ്പെട്ടവർക്ക് അവരുടെ സമസ്തം നന്മയ്ക്ക് അനുഭവിക്കും. ഇതാണ് വ്യക്തത. ഞാൻ പ്രാർത്ഥിച്ച ദൈവമേ സിനിമാ നടന്മാരുടെ മരം കൊടുക്കാനുള്ള ഭാഗ്യം ഇന്ന് റോഡിലൂടെ പോകാൻ പറ്റിയ എയർപോർട്ടിൽ പറ്റിയല്ല. ഞാൻ പേപ്പേഴ്സ് മാനേജും ഇവിടെ വന്നപ്പോഴേ എല്ലാവരും പിടിച്ചു ഫോട്ടോ കൊടുക്കും. പ്രേരണ നൽകും. ഏത് ഹോട്ടലിൽ ചെന്നാലും പൈസ കൊടുക്കണ്ട. മിക്ക ഹോട്ടലുകാരും എന്നെ കാണുമ്പോഴേ അവർ അതിൻ്റെ ബില്ല് എഴുതി തള്ളും. അത് സോഷ്യൽ മീഡിയ വന്നു, യൂട്യൂബ് വന്നപ്പോൾ ദൈവം വരുന്ന ഒരു പോപ്പുലാരിറ്റി സഭയുടെ മുഖമായിട്ട് സോഷ്യൽ മീഡിയയിൽ ഇന്ന് പ്രത്യക്ഷപ്പെടാൻ പറ്റും. ഇതാണ് വ്യക്തത. 6 വർഷം മുമ്പ് ഒരു സിനിമാ നിർമ്മാതാവും ജിത്തു സിനിമാ നിർമ്മാതാവ് സിന്ധിരാജൻ എന്നെ കാണാൻ അച്ഛൻ ധ്യാനിക്ക് വരുന്ന കാര്യം സിനിമയാക്കാൻ ഞങ്ങളുടെ ആഗ്രഹമുണ്ട്. സിനിമയാക്കാൻ ഞാൻ കുടുംബനവീകരണ ധ്യാനിൽ വന്നൊരു കാര്യമാണ്. ആളുകളുടെ മനഃശാസ്ത്രമാണ്. കല്യാണം 7 വർഷം കഴിയുമ്പോൾ എത്ര നല്ല മനുഷ്യൻ
വേറെ നടന്നു പുറകിൽ ചുമ്മാ നോക്കിക്കൊണ്ടിരിക്കും അല്പസമയം. അത് മോശമായിട്ടല്ല, ഒരു സൈക്കോളജി പുറകെ നോക്കും. അതിനുള്ള വാക്കാണ് ആണുങ്ങളുടെ 7ാം വർഷത്തിലെ ചോദിച്ചതെന്നാണ് വിളിക്കുക. ഒരു മനുഷ്യനെ നോക്കിയപ്പോൾ അവൻ്റെ മകൾ അന്യജാതിക്കാരുടെ പുറകെ പോയി. ഒരു എൻ്റെ തെറ്റുകൊണ്ട തിരിച്ചുക. അങ്ങനെ തിരുത്തി സ്വന്തം ഭാര്യയിലേക്ക് വരുമ്പോൾ ഭാര്യയുടെ വിശ്വാസം വേണ്ടിയിട്ട് എന്തെല്ലാം ചെയ്യണം അച്ഛനത് പറഞ്ഞു തരാമോ? ചിന്തിരാൻ എഴുതി 2.5 മണിക്കൂർ. ഞാൻ പറഞ്ഞു അവളെന്നാ പറഞ്ഞാലും വഴി പിടിക്കുന്ന പോലെ ചുമ്മാ നിന്ന് കൊടുക്കണം. തുണി അലക്കി കൊടുക്കണം, അലക്കി തിരിച്ചു കൊടുക്കണം, കരി ഒഴുക്കി കൊടുക്കണം, പാത്രം വെട്ടി കൊടുക്കണം, തല തറച്ച് കൊടുക്കണം. 5-ാം മാസം ആകുമ്പോൾ അറിയാതെ അവൾ ഒരു ദയ കാണിച്ചേക്കും. അങ്ങനെ വീട്ടിലെത്താൻ പറ്റും. ഞാനീ പറഞ്ഞത് ഭാവനാസമ്പന്നായ സിന്ധിരാൻ മനോഹരമായ തിരക്കഥയായിരുന്നു. മോഹൻലാൽ ഭംഗിയായി അഭിനയിച്ചു, മീന കൂടെ അഭിനയിച്ചു. 100 ഉത്സവം പണം കൂടിയപ്പോൾ ഫിലിപ്റ്റീസ് അവാർഡും ACDC അവാർഡും വേണ്ടി ഞാനും മോഹൻലാലും നേടിയും എറണാകുളം കല്ലൂരിൽ ചെന്ന് അവാർഡ് മേടിച്ചു. അങ്ങനെ എൻ്റെ ശരിയൊരു ഞാൻ സുധാകരൻ സിനിമയായി കഴിഞ്ഞു. അതായിരുന്നു മുന്തിരി വണ്ടികൾ തടുക്കുമ്പോൾ ഒരു മലയാള സിനിമ, ഒരു കുടുംബ ചിത്രം. കഴിഞ്ഞ വർഷം ഇതുകൂടി ധ്യാനം കാണിപ്പിച്ചവർ ഒരു പടം പിടിച്ചു. ചെമ്പമിനോ നായകനായി ഉമറാൻ. ഞാൻ പറഞ്ഞു വരുന്നത് കൊച്ചു കൊച്ചു കാര്യങ്ങൾ ആഗ്രഹിക്കുന്നു. ദൈവം നടത്തുന്ന വഴികൾ ഇതാണ് വ്യക്തത. ക്ലാരിറ്റി. 1 മുഖപ്രകാശം, 2 വ്യക്തത, 3 കറേജ്. പ്രാർത്ഥിക്കുന്ന ആൾക്കാർക്ക് ദൈവം കൊടുക്കുന്ന ഒരു വലിയ സമ്മാനമാണ് മനധൈര്യം, കറേജ്. കൊച്ചു പിള്ളേരുടെ കൂട്ടയോട് 100 മീറ്റർ ഓട്ടത്തിൽ 10 പിള്ളേർ നിരന്നു. സാറന്മാര് 100 മീറ്റർ പോലെ കയറി പിടിച്ചു. ആദ്യം ഒന്ന് മുറ്റത്ത് പിടിച്ച് സമ്മാനം കൊടുക്കാൻ. ഒരുത്തരം വോളിബോളിന്റെ മുഴുവൻ, ഒരുത്തരം ബാസ്കറ്റ്ബോളിന്റെ ടൈപ്പ്, ഒരുത്തരം ഫുട്ബോളിന്റെ ഷേപ്പ്, ഒരുത്തരം ഷോപ്പ് പോലുള്ളവർ. സാറന്മാർ നോക്കുമ്പോൾ ഏറ്റവും പൊക്കക്കൊരു കുട്ടി ചടവർ ഒരു പ്രാർത്ഥിക്കും. സാറന്മാർ നോക്കും ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്ന കുട്ടിക്ക് 1ാം സമ്മാനം കിട്ടിയാണ്. റെഡി 1 2 3 സ്റ്റാർട്ട് ബിസിലി. ഓട്ടം പൂർത്തിയായപ്പോൾ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ച കുട്ടി ഏറ്റവും അവസാനത്തിനായിട്ട് ഫിനിഷ് ചെയ്യും. എന്നിട്ട് അവൻ എന്തോ ഇങ്ങനെ പുറത്ത് പ്രാർത്ഥിക്കുക. സാറന്മാരുടെ മായ ഇത്രയേറെ പ്രാർത്ഥിച്ചിട്ട് സമ്മാനം കിട്ടിയിരുന്നുണ്ട്. ദൈവം കിടക്കുന്നുണ്ട്. അവർ ആരാ പറഞ്ഞ സാറേ സമ്മാനം കിട്ടാൻ വേണ്ടിയാണ് പ്രാർത്ഥിച്ചത്. ഞാൻ പ്രാർത്ഥിക്കുന്നതിന് ഒന്ന് സാറേ ഞാൻ പ്രാർത്ഥിച്ചത് തോറ്റാലും കരയാതിരിക്കാൻ മനക്കെട്ടി തരുമെന്ന് ഞാൻ പ്രാർത്ഥിക്കുക. പ്രാർത്ഥന നമുക്ക് ഒരു വലിയ രീതിയിൽ നോർമലായ ഭയമുള്ള അനാവശ്യമായ ഒക്കെ പോകും. വെള്ളത്തെ ഭയം, ദൂരത്തെ ഭയം, ഇരുട്ടിനെ ഭയം, പൊക്കത്തെ ഭയം, രക്തത്തെ ഭയം, പരീക്ഷ, അനാവശ്യ ഭയം, നിരാശയം പ്രാർത്ഥിക്കുന്നില്ല. നോർമൽ ഭയം പ്രാർത്ഥിച്ചാലുണ്ട്. ആന മുത്താൻ വന്നാൽ, പാമ്പ് പൊത്താൻ വന്നാൽ, പട്ടി കടിക്കാൻ വന്നാൽ, പ്രാന്തം നേരെ വന്നാൽ, കള്ളം വീട്ടിൽ വന്നാൽ തീർച്ചയായും ഒരു പട്ടി കടിക്കാൻ വന്നാലും സുഖസ്ഥനായ ജീവിതം കൊണ്ടോടും. അത് സാധാരണ. പക്ഷെ അനാവശ്യമായി പോകും. ഒരു പ്രാന്തം വീട്ടിൽ വന്ന പേടി തോന്നിയല്ലേ? ഒരു വീട്ടിൽ ഉച്ച കഴിഞ്ഞ് 2:30 ഒരു കള്ളൻ തരും. കള്ളൻ 60 വർഷം ഭർത്താവെന്ന് പറയും. രണ്ടുപേരും ഗതിരാന്ന് പറയുക. ഈ കള്ളന് ഒരു പോക്കറ്റ് നോക്കണം. അതെടുത്തു വാതിൽ കുറ്റിയും. എന്നിട്ട് കള്ളൻ എൻ്റെ രീതി ആദ്യം പേര് ഇരിക്കും. പേര് പറഞ്ഞു കഴിയുമ്പോൾ നെറ്റിയിൽ വെടിവെച്ച് പോലും സാധനം എടുത്തുകൊണ്ട് പോകും. ഉള്ള കാര്യം പറയാം. രണ്ടുപേരും പറയുക. ഇവൻ ലോകത്ത് ഭാര്യയെ തെറ്റി വെച്ചു. എന്നതാടി എൻ്റെ പേര്? അവൾ മനസ്സോട് പറഞ്ഞു, എന്നെ കള്ള, എന്നെ കൊല്ലരുത്, എൻ്റെ പേര് എലിസബത്ത്, എന്നെ കൊല്ലരുത്. കള്ളം പറഞ്ഞു, എലിസബത്ത് എന്നാണ് എൻ്റെ അമ്മയുടെ പേരാണ്, ഈ കൊല്ലാൻ പറ്റിയത്. തൂക്കലായിട്ട് കയറി പൊടിക്കുന്നു, പോകാൻ പറ്റും. കെട്ടിയവൻ കരുതൽ പോകുന്ന കളിക്കുക. കള്ളം പോകരുത്, കെട്ടിയവൻ തെറ്റി വെച്ചു. എന്നാണ് എൻ്റെ പേര്. ഞാൻ പൊന്നു കള്ളാൻ കൊല്ലരുത്. എൻ്റെ പേര് വർഗീസ്. നാട്ടുകാരെല്ലാം എന്നെ എലിസബത്ത് എന്നാണ് വിളിക്കുന്നത്. നോർമൽ ഭയം എല്ലാവർക്കും ഉണ്ട്. അകാരണമായ ഭയം നമ്മൾ വിട്ടും പ്രാർത്ഥിക്കും. അകാരണമായ ഭയം. ക്രിസ്തു പ്രാർത്ഥനയുടെ 5 രീതികൾ നമ്മളെ പഠിപ്പിച്ചു. അത് കാണുമ്പോൾ ഈ 1.5 മണിക്കൂർ പൂർത്തിയാകുന്നു. പ്രാർത്ഥനയുടെ 5 രീതികൾ. 1. പ്രേ വിത്ത് ഫെയ്ത്ത്. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം. പ്രേ വിത്ത് ഫെയ്ത്ത്. മത്തായി സുവിശേഷം 9-ാം അധ്യായം
16 മുതൽ വാക്യങ്ങൾ. ഒരു പുരുഷാനും ക്രിസ്തുവിനെ തിക്കി പോകുമ്പോൾ രക്തസ്രാവമുള്ള സ്ത്രീ വിശ്വാസത്തെ തൊട്ടു. ആ നിമിഷം രോഗം വിട്ടുമാറി. നിങ്ങൾ സ്വന്തമായി വീടിനെ ഇന്ന് പ്രാർത്ഥിക്കണം. കർത്താവേ, 120 ദിവസങ്ങൾക്കുള്ളിൽ നീ എനിക്കായി തന്നെ വീടിനോട്ട് നന്ദി പറയാം. നാളെ പറയണം 119 ദിവസത്തിനുള്ളിൽ, മറ്റന്നാൾ പറയണം 118 ദിവസം. കണക്ക് വെച്ച് പ്രാർത്ഥിക്കണം. കിട്ടുമെന്നുള്ള ഉറപ്പ് ഞാൻ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം. അവസാന ദിവസം കാക്കയുടെ മുന്നിൽ അപ്പം കൊടുത്ത ഏലിയാളുടെയും പ്രാർത്ഥന ഉത്തരവില്ലേ. എൻ്റെ മോക്ക് വയസ്സ് 29, കല്യാണം നടന്നു. ഇന്നേക്ക് 90 ദിവസങ്ങൾക്കുള്ളിൽ അവൾക്കായി കൊടുക്കുന്ന പുരുഷനെ കൊണ്ട് എനിക്ക് ഞാൻ സ്വന്തം ചെയ്യും. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം. തൊടുപുഴ MLA PJ ജോസ് എൻ്റെ കുടുംബ സുഹൃത്ത്, 40 വർഷമായി എൻ്റെ വ്യക്തിപരമായ ഒരു ഫ്രണ്ടുമാണ്. അദ്ദേഹത്തിൻ്റെ വീടിനരികെ ഞാൻ ഒരു സ്ഥാപനം നടന്നു, ഓട്ടിസം വാത്സല്യത്തിന് വേണ്ടി. പക്ഷേ BJP ഗവൺമെൻറ് അനുവാദം തന്നു. പക്ഷേ നടത്തി ചെയ്യാൻ പറ്റില്ല. 5 കുട്ടികൾക്ക് ഒരു ഡോക്ടറും നേഴ്സും താമസിക്കുക. അപ്പം ഞാൻ മാറിയിട്ട് ഭിന്നശേഷിക്കാരുടെ സ്ഥാപനമാക്കി 25 പേരോട് താമസിക്കും. 3 അച്ഛന്മാരുണ്ട്. പുറപ്പേട ജോസഫിൻ്റെ വീട്. ജോസഫിൻ്റെ മോനും ഇത്തരം ഒരാളുണ്ട്. ഒരു ദിവസം ജോസഫ് മോനെ കൊണ്ട് സ്ഥാപനം മാറ്റിക്കാൻ വന്നു. എന്നോട് പറഞ്ഞു, വീട്ടിൽ വരുന്ന വരാമോ? ഭാര്യ ശാന്തമ പറയുന്നു, അച്ഛനെ വിളിച്ച് പശുത്തൊഴുത്ത് ജീവിച്ചാൽ പരം കിട്ടുന്ന ശാന്തമായ വിശ്വാസം. എനിക്ക് വിളിച്ചാൽ വരാം. 36 പശുക്കളുടെ വിജയവസത്തിന് 1000 പാല് തൊഴിലുടെ നിമ്മയെ കൊണ്ടുവന്നു. അദ്ദേഹം ഓസ്ട്രേലിയയിൽ ഒരു പശുവിനെ കൊണ്ടുവന്നു. 20 ലിറ്റർ പാല് രാവിലെ എടുക്കും. ചന പിടിച്ചാൽ 1 മാസം കഴിയും ഇടയിൽ പോവാം. അച്ഛൻ വന്നു പ്രാർത്ഥിക്കും. ഞാൻ വിളിക്കും. മനുഷ്യന് വേണ്ടി പോകും. എല്ലാ പശു ആട് ഒക്കുമെന്ന് എനിക്ക് സംശയം. ഞങ്ങളുടെ വിശ്വാസത്തിൻ്റെ വരാമറും ഞാൻ വീട്ടിൽ ചെയ്തു. അവിടെ ഹോളിവാട്ടറുണ്ടായിരുന്നു, സ്റ്റോളുണ്ടായിരുന്നു, പുസ്തകം. ഞാൻ നിന്നു. ജോസഫും ശാന്തമയും അപ്പവും മക്കളും നേരുന്നു. മേഘാലയക്കാരും പണിക്കാരും കൊടുത്തു. ഞാൻ പ്രാർത്ഥിച്ചു, ദൈവമായ കർത്താവേ, അച്ഛനായ എൻ്റെ മങ്ങിയ വിശ്വാസം നോക്കാതെ ജോസഫിൻ്റെയും കുടുംബത്തിൻ്റെയും വലിയ വിശ്വാസമുണ്ട്. അത്ഭുതത്തിന് അടയാളമായി ഈ ഓസ്ട്രേലിയൻ പശുവിന് ഒരു ഇന്ത്യൻ ചന കൊടുക്കണേ. ഇപ്പോഴും ഞാൻ ഹോളിവാട്ടർ മുഴുവൻ പശുവിനെ തളിച്ചിട്ട് ഞാൻ പാലാലേക്ക് പോകും. പിന്നെ ജോസഫിനെ വിളിച്ചിട്ട് പശുവിനെ ചന വിളിച്ചില്ലെങ്കിൽ എനിക്കെല്ലാം നാട്ടിലേട്ട് മാസങ്ങൾ കഴിഞ്ഞു. പിയെ വിളിച്ചു, അച്ഛാ വിശ്വാസം അനുഭവിച്ചു. പശു ചന പിടിച്ച് പ്രസവിച്ചു. ഒരു പശുക്കളാവും. ജോസഫ് തന്നെ അതിന് പേരിട്ടു അനാർക്കലി. എന്നോട് പറഞ്ഞു, വീട്ടിൽ വന്ന് ശാന്തമ പറഞ്ഞു, ഒരു തവണ പാലിയോട് അച്ഛനും ചായ കുടിക്കണം. ഞാൻ ചായ കുടിച്ചു പോയി. പിന്നെ ജോസഫിൻ്റെ പാർട്ടിക്കാരൻ തൊഴിലിൽ ഒരുമിച്ച് കുടിക്കുന്നു. ജോസഫ് പറഞ്ഞു, പുത്തമ്പരേശി വന്നു പ്രാർത്ഥിച്ച ചന പിടിക്കാൻ പക്ഷേ ചന പിടിച്ചു. ദൈവത്തിൻ്റെ ആയിരം നന്ദി. അന്ന് രാത്രി 10:30 ജോസഫിൻ്റെ സംസ്ഥാന ഭാരവാഹി വണ്ടിപ്പെരിയാരിൽ തന്നെ വിളിച്ചു. പുത്തമ്പരേശനാണ് അതെ അവസരത്തിന് പശുവിന് വേണ്ടി പ്രാർത്ഥിച്ചു. ചന പിടിച്ചു പ്രസവിച്ചു നേരാണ്. വലിയ കഥ പറയുന്നത് എൻ്റെ അച്ചു അങ്ങനെയാണെങ്കിൽ അധികം താമസിയാതെ വണ്ടിപ്പെരിയാറ്റിലെ വീടിനെയും ഒന്ന് വരണം. എന്താ ഒരു പന്നിക്കുട്ടത്തിൽ ചനയിൽ പിടിക്കുന്നത് പ്രസംഗിക്കുന്നില്ല. എന്തായാലും കാഴ്ച അതിന് നേരെയാക്കി തരണം. വലിയ കണ്ണ് രീതിയില്ല. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ വിശ്വാസത്തോടെ ദൈവം നൽകി തരുമ്പോൾ വിശ്വാസത്തോടെ. 2 ത്യാഗത്തോടെ. ത്യാഗം എന്ന് പ്രാർത്ഥിക്കും. അതാണ് ഉപവാസം. ത്യാഗം അപ്പസ്തലപ്രവൃത്തി 9-ാം അധ്യായം. സാവൂൾ ഉപവാസം എടുക്കുമ്പോൾ ചെരുപ്പിലുമാർ കണ്ണി നടന്നുണ്ട്. ത്യാഗം എടുക്കണം. ഒരമ്മ ഭർത്താവിനും മക്കൾക്കും വേണ്ടി ഉപവാസം എടുക്കണം. ഒരപ്പൻ ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ടി ഉപവാസം എടുക്കണം. വൈദികർക്കുമൊക്കെ സഭയ്ക്ക് വേണ്ടി ത്യാഗം എടുക്കണം. അങ്ങനെ ത്യാഗം പ്രാർത്ഥിച്ചോ പ്രാർത്ഥനയുണ്ട്. കുറേ സമയം കൈ വീശി പ്രാർത്ഥിക്കുമ്പോൾ ഓരോരുത്തരും നമ്പരമുണ്ട്, ഒരു ത്യാഗമുണ്ട്. നല്ല ആരോഗ്യമുണ്ട്. ആഴ്ചയിൽ ഒരു ദിവസം ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാം. മഹാത്മാഗാന്ധി വലിയ നേതാവ് ചൊവ്വാഴ്ചകൾ പൂർണ്ണ ഉപവാസം എടുത്തിട്ടുണ്ട് രാജ്യത്തിന് വേണ്ടി. ഭർത്താവും ഭാര്യയും മക്കളുമൊക്കെ. പക്ഷെ ആണുങ്ങൾക്ക് ത്യാഗം എടുക്കാൻ അല്പം ബുദ്ധിമുട്ടാണ്. കാരണം ആണുങ്ങൾക്ക് വേദന സഹിക്കാൻ പാടാണ്. അതുകൊണ്ടാണ് തലവേദന വന്നു ലോകമഹായുദ്ധം, വൈദ്യവേദന വന്നു സുനാമി, നെഞ്ചുവേദന വന്നു ഭൂമികുലുക്കം. ആണുങ്ങൾ സഹിക്കില്ല. പക്ഷെ പെണ്ണുങ്ങളോ സഹിക്കും.
വയറ്റിൽ പഴുപ്പാണ്. ഉലുവാവിനെ കുറിച്ച് അറിയാമെങ്കിൽ വയറ് സ്വഭാവം. തലച്ചോറിൽ പഴുപ്പാണ്. മല്ലിക്കായെ കുറിച്ച് അറിയാൻ എത്ര വേദന സഹിക്കും. ഒരാൾ ദൈവം പ്രസവിക്കാനൊരു പാടുവിന് പെണ്ണുങ്ങളെ കൊടുത്തിരിക്കും. തമിഴ്നാടറിയാം, ഇത് ആണുങ്ങളുടെ വകുപ്പാണ്. ഒറ്റ പ്രസവം ലോകാവസാനം. ഈ പരിപാടി ചെയ്യുന്നേയില്ല. ഒരു സ്ത്രീ പറഞ്ഞു, എനിക്കൊരു മോനുണ്ടായപ്പോൾ എന്തൊരു നൊമ്പരമായിരുന്നു. ഇനി ഈ പരിപാടിക്ക് ഇല്ലാന്ന് തീരുമാനിച്ചു. തീരുമാനം ശരിയാണോ തെറ്റാണ്? ഞാൻ ഒരു 10 പ്രാവശ്യം ദൈവത്തോട് ആലോചന ചോദിച്ചു. എൻ്റെ അച്ഛ ആലോചന ചോദിച്ച് ഞാൻ 11 മക്കളുടെ അമ്മയാണ്. സകലശക്തി ദൈവം സ്ത്രീക്കാണ് വന്നിരിക്കുക. നമ്മൾ കൊച്ചു കൊച്ചു ത്യാഗം, ഉപവാസം ത്യാഗം എടുത്ത് പ്രാർത്ഥിക്കാം. 1 വിശ്വാസം, 2 ത്യാഗം, 3 പ്രാർത്ഥിക്കുമ്പോൾ കുഞ്ഞുങ്ങളെ പോലെ പ്രാർത്ഥിക്കണം. ശിശുക്കളെ പോലെ ഒരിക്കലും തലകരല്ല. കുഞ്ഞുങ്ങളുടെ ആരോഗ്യം വീഴ്ത്തി അവണ്ടായിരിക്കണം. ഉള്ളിൽ തലകര വെച്ച് പ്രാർത്ഥിച്ചോ ആ പ്രാർത്ഥനയ്ക്ക് പലരില്ല. പക്ഷെ എഴുന്നയോടെ കുഞ്ഞുങ്ങൾ നിഷ്കളങ്കതയോടെ വന്നു. ഇന്നസെന്റ് ഹാർട്ട് അത് വളരെ പ്രധാനപ്പെട്ട. കാരണം കുഞ്ഞുങ്ങൾക്ക് ഒളിക്കാനും മറിയാനുമില്ല. അവർക്കെല്ലാം നേരെ പോകും. കൊട്ടാരക്കരയിൽ നിന്ന് സൂപ്പർ ഫാസ്റ്റ് 2 കുഞ്ഞുങ്ങൾ കോട്ടയത്തേക്ക് കയറി. അവരെങ്ങോട്ടാണ് ടിക്കറ്റ് എടുത്ത് കണ്ടക്ടർ അറിയുന്നില്ല. അവരെ കുറച്ച് കഴിഞ്ഞ് അഴുതായിരുന്നു. കണ്ടക്ടർ സാറേ ചങ്ങനാശ്ശേരിയാണോ ഒന്ന് പറഞ്ഞേക്കാം. കുറച്ച് കഴിഞ്ഞ് പന്തളം അഴുകാറായപ്പം ഇതാണോ ചങ്ങനാശ്ശേരി? അവിടെയാണ് ആവുന്നു പറയാം. ചെങ്ങന്നൂരായിരുന്നു. ചങ്ങനാശ്ശേരിയാണെന്ന് തോന്നുന്നു. ശരീരം പോയിരിക്കുകയാണ്. പിള്ളേർ മേടിച്ച് പോയിരിക്കും. അവരുറങ്ങി കണ്ടക്ടർ പറഞ്ഞു. ചങ്ങനാശ്ശേരി വന്നപ്പോൾ ആരും കയറാനില്ല. ആൾക്കാർ വെള്ളം വെച്ചു. 2 കുഞ്ഞുങ്ങൾ പറഞ്ഞതല്ലേ പറയാനൊന്ന് വേറെ കേട്ടിവിടും. എന്നാണ് ചെയ്യുന്നത്. ആഴ്ച കണ്ടക്ടർ എന്നിട്ട് പോടാ ഇതാ ചങ്ങനാശ്ശേരി. പിള്ളേർ പറഞ്ഞു. ഈ മൂത്തം പറഞ്ഞു വെള്ളമൊന്നും വേണ്ട. പിന്നെ അമ്മ പറഞ്ഞായിരുന്നു ചങ്ങനാശ്ശേരി ചെല്ലുന്നു ബിസ്ക്കറ്റ് ബാക്കിയിൽ പൊട്ടിച്ച് വരണം. അനിയനെ കൊണ്ടുപോകുന്നതാണ്. ആരോടും അറിയാൻ വേണ്ടിയാണ്. ഇതാണ് കുഞ്ഞുങ്ങളുടെ നിഷ്കളങ്കത. ഉള്ളിൽ കളരുന്നത്. പ്രാർത്ഥിക്കുമ്പോൾ നിഷ്കളങ്കമായ മനസ്സ്. ഒരു തന്ത്രമൊന്നും ഇല്ലാത്ത രീതി. 1 വിശ്വാസം, 2 ത്യാഗം, 3 നിഷ്കളങ്കത, 4 കണ്ണുനീരോടെ പ്രാർത്ഥിക്കണം. സ്വന്തം മക്കൾക്ക് വേണ്ടി ഒരമ്മ കരഞ്ഞ് പ്രാർത്ഥിക്കണം. സ്വന്തം മക്കൾക്ക് വേണ്ടി ഒരപ്പൻ കരഞ്ഞ് പ്രാർത്ഥിക്കണം. രക്ഷയൊന്നുമില്ല തീർന്നു വരുമ്പോഴും കരഞ്ഞ് പ്രാർത്ഥിച്ചു. കരഞ്ഞുള്ള പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ട്. കാരണം കാക്കക്കുഞ്ഞ് കരഞ്ഞാൽ തള്ള കാക്ക പറഞ്ഞത്, കോഴിക്കുഞ്ഞ് കരഞ്ഞാൽ തള്ള കോഴിച്ചാൽ കഴിക്കും, പശുക്കളാവ് കരഞ്ഞാൽ തള്ള പശു കൊമ്പ് കുലുക്കും, ആട്ടുകുഞ്ഞ് കരഞ്ഞോ തള്ളയാൽ മുത്താൻ വരും, ഇടിമെടുക്കും പോലെ കേൾക്കാൻ ഉറങ്ങുന്ന അമ്മ കുഞ്ഞ് കരഞ്ഞാൽ ചാടി എഴുന്നേക്കും. എങ്കിൽ കുരിശിന്റെ മുമ്പിൽ നിന്ന് കരഞ്ഞാൽ കുരിശിനെ ഇറങ്ങി വരും. വേദവശത്തിൽ കരഞ്ഞാൽ ബൈബിളിലെ ദൈവം ഇറങ്ങി വരും. ഓരോരുടെ കണ്ണുനീരും കുപ്പിയിൽ ശേഖരിച്ചിരിക്കും. ലോകത്തിൽ എല്ലാ ദ്രാവകവും തറയും പാല്, എണ്ണ, വെള്ളം, തേൻ തറയില്ലാതെ മുഴുവൻ പോകുന്ന ഒരു ദ്രാവകമേ ഉള്ളൂ. നൊന്തുപറ്റ അമ്മയുടെ കണ്ണുനീര്. എത്ര തകർച്ചയും ജനിപ്പിച്ച അപ്പന്റെ കണ്ണുനീര്. ഇതിന്റെ ഓരോരുടെ കണ്ണുനീരും കുപ്പിയിൽ ശേഖരിച്ചിരിക്കും. ഹൃദയം തുടങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥന. ഇതാണ് പ്രാർത്ഥന ചെയ്യുന്നത്. അവസാനമായി 5 Pray with humility. എളിമയോടെ പ്രാർത്ഥിക്കും. എളിമയോടെ. ലൂക്കോസ് 18 8 മുതൽ 15 വരെ വാക്യങ്ങൾ. ഫാരിസി അകന്നയോടെ പ്രാർത്ഥിച്ചു. ടാക്സ് കളക്ടർ ചുങ്കക്കാരൻ എളിമയോടെ പ്രാർത്ഥിച്ചു. എളിമയോടെ പ്രാർത്ഥിച്ച പ്രാർത്ഥന ദൈവം കേട്ടു. അകന്നയോടെ പ്രാർത്ഥിച്ച പ്രാർത്ഥന ദൈവം തിരസ്കരിച്ചു. നമുക്ക് എളിമയോടെ പ്രാർത്ഥിക്കാം. എങ്ങനെ? വീട്ടിൽ ഒരു വിഷയം വന്നോ പട്ടക്കാരോട് പ്രാർത്ഥനാ നിയോഗം പ്രാർത്ഥിപ്പിക്കാം. ഒരു ഇഷ്യൂ വന്നായോ ഇടവയിലെ പ്രാർത്ഥിക്കുന്ന അങ്കിളുമാരോടും ആന്റിമാരോടും സീനിയർ വ്യക്തികളോടും അവരോട് പ്രാർത്ഥന ചോദിക്കണം. നമ്മൾ അങ്ങനെ ചോദിക്കുമ്പോൾ നമ്മൾ പറയുന്നത് എന്താ? എൻ്റെ പ്രാർത്ഥന ദൈവത്തിൽ നിന്നുമാകെ സ്വീകാര്യത കുറവാണ്. നിങ്ങൾക്ക് അല്പം കൂടി ദൈവത്തിൻ്റെ പേര് സ്വാധീനമുണ്ടല്ലോ, അതുകൊണ്ട് പ്രാർത്ഥിക്കാം. എൻ്റെ കുറവിനെ അംഗീകരിക്കുന്നു, അവൻ്റെ നന്മയെ ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. ഇതാണ് പ്രാർത്ഥന. ഈ ഒരു രീതിയിൽ പ്രാർത്ഥനയിൽ നമുക്ക് വളരാം. പ്രാർത്ഥനയെ സ്നേഹിക്കാം. ചോദിക്കുവിൻ ലഭിക്കും, അന്വേഷിക്കും കണ്ടെത്തും, മുട്ടിലും തുറന്നു കിട്ടും. നമുക്ക് ആശ്രയിക്കാൻ പ്രാർത്ഥന മാത്രം.
നമുക്ക് ആശ്രയിക്കാൻ അപേക്ഷയായ ദൈവമാണ്. ബാക്കിയെല്ലാം മാറി മതി, എല്ലാം മാറി പോകും. പക്ഷേ ദൈവം മാത്രം മാറിയില്ല. അവർ നമുക്കായിരിക്കാം. നല്ലവനായ കർത്താവ് നമ്മൾ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. ദൈവത്തിന് സമർപ്പിക്കാം. വിശ്വാസത്തെ അനുബന്ധിച്ച് നാം കേട്ട വചനത്തിൻ്റെ നിശ്ചയിക്കപ്പെട്ട വ്യക്തിക്ക് സമയത്ത് പ്രാർത്ഥന. ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തുന്നു. അവന്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേൽ ഇരിക്കും. സർവശക്തനും കാരുണ്യവാനുമായ കർത്താവേ, ഞങ്ങളെ ഈ ദേവാലയത്തിൽ ഒന്നിച്ചു വരുവാനും അവിടുത്തെ സ്തുതി പാടുവാനും അവിടുത്തെ സന്ദേശം കേൾക്കുവാനും ഞങ്ങൾക്ക് ഇടയാക്കിയ വലിയ കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഇന്നുവരെ ഞങ്ങളെ കാത്തു പരിപാലിച്ച ദൈവമുണ്ട്. അങ്ങനെ ഞങ്ങൾക്ക് നന്ദി പറയുന്നു. കർത്താവേ, ഞങ്ങളുടെ കൂടിയിരിക്കുന്ന എല്ലാ മക്കളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. കർത്താവേ, അവിടുന്ന് ഞങ്ങൾക്ക് ഉന്മേഷം നൽകിയ പ്രസവത്തിൻ്റെ സന്ദേശം ഞങ്ങൾ കേട്ടു. കർത്താവെ, പ്രാർത്ഥിക്കുന്നത് കേട്ടു. കണ്ണീരോടെ പ്രാർത്ഥിക്കുക, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. ദൈവം നമ്മുടെ പ്രാർത്ഥനകൾ വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണാം എന്ന് അവിടുന്ന് തന്നെ അറിയിച്ചുവല്ലോ. കർത്താവെ, സകല കുഞ്ഞുങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇവിടെ കൂടിയിരിക്കുന്ന തലവണങ്ങളിരിക്കുന്ന എല്ലാ മക്കളെയും അവിടുന്ന് അനുഗ്രഹിക്കണമെന്ന് കർത്താവെ, അവരുടെ കുടുംബാംഗങ്ങളെയും അനുഗ്രഹിക്കണമെന്ന് കർത്താവെ, സർവശക്ത കരുതുവാനെ നിങ്ങൾ അമ്മയെ വിളിച്ചപേക്ഷിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനകളൊന്നും പരിപൂർണനായി നമ്മളോട് കർത്താവെ, ഇന്നുവരെ കാത്തു പരിപാലിച്ച ദൈവം തമ്പുരാനെ ഒരു കാലവും കാത്തുരക്ഷിക്കുന്നു. പ്രാർത്ഥിക്കുന്നു. കർത്താവെ, രോഗികൾക്കായി പ്രാർത്ഥിക്കുന്നു. സൗഖ്യദായക അവിടുന്ന് അവർക്ക് സൗഖ്യം കൊടുക്കണമെന്നാണ്. ബോർഡ് എക്സാമിനായി മക്കളെയും മക്കളുടെയും അനുഗ്രഹിക്കണമെന്ന് കർത്താവെ, അവിടുത്തെ വിളിച്ചപേക്ഷിക്കുമ്പോൾ പ്രാർത്ഥനയോട് കേൾക്കുന്നത് ഞങ്ങൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കും. കണ്ണുനീരോട് പ്രാർത്ഥിച്ചാൽ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാൻ അവിടുന്ന് കേൾക്കുന്നില്ല. ഞങ്ങൾ ഇന്ന് വരെ ഞങ്ങളെ കാത്തു. ഞങ്ങൾ ഈ ലോകത്തിൽ നിന്നതല്ല കർത്താവെ, അവിടുന്ന് ഞങ്ങളെ നിർത്തിയിട്ടനായി നന്ദി. കർത്താവെ, ഞങ്ങൾ ഈ ലോകത്തിൽ യാതൊന്നും ഞങ്ങളുടെ കഴിവുകൊണ്ട് നേടിയതല്ല, സകലതും അവിടുത്തെ ദാനമെന്നറിയുന്നു. എങ്കിലും സ്വന്തവും കഴിവുകൊണ്ട് നേടിയതായി ഞങ്ങൾ സംബന്ധിച്ചിട്ടുണ്ട്. കർത്താവെ, അടിയോട് ക്ഷമിക്കണമേ. കർത്താവെ, ഞങ്ങളുടെ ഈ ദേവാലയത്തിൽ 3-ാം ദിവസമായ ഇന്ന് കൺവെൻഷനെ ഞങ്ങളുടെ ബഹുമാനപ്പെട്ട ജോസഫ് പുത്തമത്തിൽ അച്ഛൻ ആദ്യമായി കൂടായത് വരികയും അത് ഞങ്ങളുടെ സെന്റ് പീറ്റേഴ്സിൽ വരികയും ചെയ്തത് വലിയ അനുഗ്രഹമായി ഞങ്ങൾ കണ്ടു. കർത്താവെ, അച്ഛൻ്റെ സന്ദേശം ഞങ്ങൾ വളരെ അനുഗ്രഹപ്രദമായിരിക്കുന്നു. കർത്താവെ, അവിടുത്തെ പ്രകാശം ഞങ്ങളിൽ വ്യാപരിക്കാതെ അവിടുത്തെ കൃപ സാന്നിധ്യവും ഞങ്ങളിൽ എല്ലാവരുടെയും വ്യാപരിക്കാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അച്ഛൻ ഇത്ര നല്ല സന്ദേശം തന്നെ ലോകത്തെ എല്ലാ ലോകത്തിലും പോയി അറിയിക്കുന്നു. കർത്താവെ, അവിടുത്തെ എല്ലാ കഴിവിനായും കർത്താവെ അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ശക്തിയിരിക്കണമെന്ന് ശക്തിയിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ അച്ഛൻ്റെ സന്ദേശം കേൾക്കുവാൻ കാരണം ഞങ്ങളുടെ വികാസം സാമർത്ഥ്യം തന്നെയാണ്. സാമർത്ഥ്യത്തെ കഴിവിനെ ഞങ്ങൾ അഭിനന്ദിക്കുന്നു. കർത്താവെ, ദൈവത്തിൽ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, വീണ്ടും അച്ഛനെ കൂടുതലായി അനുഗ്രഹം കൊടുക്കണമേ, ശക്തീകരിക്കണമേ. അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കുടുംബങ്ങൾ വേണ്ടി പ്രാർത്ഥിക്കുന്നു. വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതുപോലെ പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ഞങ്ങൾ ചെയ്യുന്ന തെറ്റുകൾ നിങ്ങളോട് ക്ഷമിക്കണമേ. കർത്താവെ, എത്ര നന്ദി പറഞ്ഞാലും നിങ്ങൾക്ക് മതിയാവുന്നില്ല. കർത്താവെ, നന്ദി ദൈവമേ, നന്ദി എന്ന് യേശു പറയാം. നിങ്ങൾ ക്ഷമിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്ന സകലവും യേശുവിൻ്റെ നാമത്തിലായിരിക്കും. കരുണയോടെ നമുക്ക് ഒരുമിച്ച് കൺവെൻഷൻ ഗീതങ്ങളും 15-ാം ഗീതം പാടാം. സമർപ്പിക്കാം. സോങ് 15, യഹോവ ദൈവമാണ് വിശുദ്ധ ജാതികളാണ് എന്ന ഗീതം കൺവെൻഷൻ കാർഡ് ചേർന്ന് പാടുമ്പോൾ നമ്മുടെ സമയത്ത് സമർപ്പിക്കും. സോങ് നമ്പർ 15.
രാവിലെ 9 മണിക്ക് വിശുദ്ധ ക്ലാസ് ഉണ്ടായിരുന്നതാണ്. ഫാമിലി സൺഡേ ആയതുകൊണ്ട് എല്ലാവരും കുടുംബമായി ഇരിക്കണം എന്ന ഈ സമയം പ്രത്യേകം നോക്കിയിരുന്നു. നമുക്ക് കുടുംബമായിട്ടിരിക്കാനുള്ള ഒരു സമയം ലഭിക്കുന്നു. അപ്പോൾ വിശുദ്ധ സമാപന യോഗം ഉണ്ടായിരുന്നതാണ് എന്ന് ഓർക്കുകയും പ്രിയ ജോസഫ് പുത്തപ്പുരയിൽ അച്ഛൻ പാടിയ അച്ഛൻ്റെ ഗീതങ്ങൾ അച്ഛൻ കുറെ പാട്ട് എടുത്തിട്ടുണ്ട്. ആ പാട്ട് എഴുതിയ ഒരു ചെറിയ പാട്ടിൻ്റെ പുസ്തകമല്ല, പെൺഡ്രൈവായിട്ടാണ് അച്ഛൻ്റെ മക്കളുടെ പെൺഡ്രൈവ് ഉണ്ട്. ആ പെൺഡ്രൈവ് നാളെ ഉണ്ടായിരിക്കും. പാരിഷ് സെക്രട്ടറി മക്കൾ കാണുമായിരിക്കും. ആവശ്യമുണ്ടെങ്കിൽ 250 rupees ആണ് ആ ഒരു പെൺഡ്രൈവിൻ്റെ വില. ചെറിയ ഒരു ചെറിയ ബുക്ക് പോലെ ഒരു പെൺഡ്രൈവാണ് അത്. നമുക്ക് യൂസ് ചെയ്യാവുന്ന പാട്ടുകൾക്കുള്ള ഒരു പെൺഡ്രൈവാണ് അതുള്ളത്. അച്ഛനും വേറെ പാട്ടുകൾക്ക് ഗസ്റ്റ് പാട്ടുകാർക്ക് പാടിയ പാട്ടുകളാണ്. അത് നാളെ പള്ളിയിലേക്ക് ശുശ്രൂഷയായിട്ട് അവൈലബിൾ ആയിരിക്കും. ആവശ്യമുള്ളവർക്ക് വാങ്ങിക്കാവുന്നതാണ് ഓർപ്പിക്കുന്നു. എല്ലാവർക്കും രണ്ട് വാക്കുകൾ നന്ദി പറയാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് നമുക്ക് മുഖ്യ സന്ദേശം നൽകിയ ജോസഫ് പുത്തുപ്പുരയിൽ അച്ഛൻ, നമുക്കറിയാവുന്ന അച്ഛൻ്റെ ഹൃദയമായ ശൈലി രീതിയൊക്കെയും നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്ക് അഭിമാനമാണ്. ഈ കഴിഞ്ഞ 3 ദിവസം അച്ഛൻ നമ്മോടൊപ്പം ഉണ്ടായിരുന്നു. വചനം സംസാരിച്ചു, നമ്മെ ചിന്തിപ്പിക്കുകയും ചെയ്യാൻ സാധിച്ചു. കേൾക്കുന്ന വചനം നമുക്ക് ഇനമായി തീരുവാൻ നമ്മളെ വന്നിരിക്കുന്നത് ഒരു കുടുംബപ്പെട്ട് മാത്രമല്ല, അതിനപ്പുറമായിട്ട് റിഫ്ലക്റ്റീവായ ചില സന്ദേശങ്ങൾ ലഭിക്കുന്നു. അത് പല ചോദ്യങ്ങൾ നമ്മോട് ഈ ദിവസം ചോദിക്കും. നാളെ കൺവെൻഷന്റെ സമാപന യോഗമാണ്. അപ്പോൾ നാളത്തെയും യോഗം കഴിയുമ്പോൾ ഈ ചോദ്യങ്ങൾ നമ്മളോട് ഉണ്ടാകും. ഈ വർഷക്കാലം ഈ ചോദ്യങ്ങൾ നമ്മളോട് ചില ചോദ്യങ്ങൾ ചോദിക്കുകയും അതിന് ഉത്തരം കണ്ടെത്താൻ നിങ്ങളെ സഹായിക്കുകയും ചെയ്യുന്നു. വചന ശുശ്രൂഷ നൽകി നിങ്ങളെ അനുഗ്രഹിച്ച ജോസഫ് നന്ദി സ്നേഹം ഈ സമയത്ത് നമ്മൾ അറിയിക്കുന്നു. ശുശ്രൂഷയിൽ സംബന്ധിച്ച് നമ്മുടെ അംഗമായിരിക്കുന്ന സീതം ഉച്ചണ്ടാകും നന്ദി സ്നേഹം അറിയിക്കട്ടെ. പൂനെയിലെ CSI വികാരിയായി പ്രവർത്തിക്കുന്ന മാത്യു അച്ഛൻ, കൊച്ചമ്മ ഇടവകയിലെ അംഗങ്ങൾ CSI അംഗങ്ങളൊക്കെയും ഈ ശുശ്രൂഷ സംബന്ധിക്കുന്നു. പ്രത്യേകമായ നന്ദി സ്നേഹവും സെന്റ് പീറ്റേഴ്സ് മാർപ്പാപ്പയുടെ നാമത്തിൽ അറിയിക്കട്ടെ. ഇന്ന് സഹോദരായ കത്തോലിക്ക സഭയിൽ നിന്നും ഓർത്തഡോക്സ് സഭയിൽ നിന്നും പൂനെ സെന്ററിലെ മാർപ്പാപ്പ ഇടവകയിൽ നിന്നും മെമ്പേഴ്സ് കൺവെൻഷനിൽ സംബന്ധിക്കുന്നു. എല്ലാവരും നന്ദി സ്നേഹം ഞങ്ങൾ സെന്റ് പീറ്റേഴ്സ് മാർപ്പാപ്പയുടെ നാമത്തിൽ അറിയിക്കുന്നു. വന്ന് സംബന്ധിക്കുകയും ഞങ്ങൾ സാന്നിധ്യം അനുഗ്രഹമായിരുന്നു. നിങ്ങൾ എല്ലാവരും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ഫോർ ബീയിങ് വിത്ത് us. God bless each one of you. നമുക്ക് പ്രാർത്ഥിച്ച് കൺവെൻഷൻ യോഗം അവസാനിപ്പിക്കാം. എല്ലാവരുടെയും മാത്യു വെച്ച് പ്രാർത്ഥിക്കുകയും സീതാവസിച്ച് ആശീർവാദം കഴിച്ചു. ഞങ്ങളുടെ ദൈവമേ, പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ ദിവസത്തിനായി നന്ദിയോടെ അങ്ങേ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഓരോ കാലയളവിലും സഭയെ ബലപ്പെടുത്തുവാൻ അവിടുത്തെ വചനത്തിലൂടെ ഞങ്ങളെ സഹായിക്കുന്നത് അവിടുത്തെ സ്തോത്രം ചെയ്യുന്നു. കലാകാലങ്ങളിൽ അവിടുത്തെ പരിശുദ്ധാത്മാവ് അവിടുത്തെ മക്കളിലൂടെ സഭയിലൂടെ യാത്ര ചെയ്യുകയും ഞങ്ങളെ ഉത്സാഹിപ്പിക്കുകയും ഞങ്ങളെ ശക്തീകരിക്കുകയും ചെയ്യുന്ന അവിടുത്തെ കൃപയ്ക്കായി നന്ദി കരയറ്റുന്നു. കർത്താവേ, ഞങ്ങളുടെ ജീവിതം എപ്പോഴും രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കണമെന്നുള്ള അവിടുത്തെ ആഗ്രഹത്തെ ഞങ്ങൾ അറിയുന്നു. അതിന് കർത്താവേ, അവിടുത്തെ വചനം ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് ഞങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ അനുഭവങ്ങളിലും അത് ഓർക്കുമ്പോഴും മനസ്സിലാക്കുമ്പോഴുമാണല്ലോ. അവിടുത്തെ വചനം ഞങ്ങളെ എപ്പോഴും ശക്തിപ്പെടുത്തുന്നതും കൂടുതൽ ദൈവിക പ്രവർത്തനത്തിന് ഞങ്ങളെ ഉത്സാഹിപ്പിക്കുന്നതുമാണല്ലോ. കർത്താവേ, ഞങ്ങൾ ആത്മീയ നവീകരണമുള്ളവരായി, ആത്മീയ ശക്തിയുള്ളവരായി, കൂടുതൽ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവരായി, കൂടുതൽ പ്രാർത്ഥിക്കുന്നവരായി, കൂടുതൽ സാക്ഷ്യം വഹിക്കുന്നവരായി തീരുവാൻ ഞങ്ങളെ കാലാകാലങ്ങളിൽ അവിടുന്ന് സഹായിച്ചുകൊണ്ടിരിക്കുന്നത് ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, അച്ഛനിലൂടെ ഞങ്ങളെ കേൾപ്പിച്ച വചനത്തിനായി നന്ദി കരയറ്റുന്നു. പ്രാർത്ഥനയുടെ വിവിധ വശങ്ങളെ കുറിച്ച് പഠിക്കുവാൻ, മനസ്സിലാക്കുവാൻ, ധ്യാനിക്കുവാൻ, കർത്താവേ, ജീവിതത്തിൽ പ്രായോഗികമാക്കുവാൻ അവിടുന്ന് ഞങ്ങൾ തന്ന നല്ല സന്ദർഭത്തിനായി നിന്നോട് സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ ദാസനെ ദൈവരാജ്യത്തിന്റെ മഹത്വത്തിനായി തുടർന്ന് കൂടുതലായി ശക്തിപ്പെടുത്തുകയും ബലപ്പെടുത്തുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, വചനം കേട്ട എല്ലാ നിന്റെ മക്കളെയും ആശീർവദിക്കണമേ. അവരിലൂടെ അവരുടെ കുടുംബങ്ങൾ, അവരുടെ പ്രിയപ്പെട്ടവരൊക്കെയും അനുഗ്രഹം പ്രാപിപ്പാൻ കർത്താവ് കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയിലൂടെ കർത്താവെ ലോകത്തെ മാറ്റിമറിക്കുവാൻ, ഞങ്ങളുടെ സഭയെ രൂപാന്തരപ്പെടുത്തുവാൻ, ഞങ്ങളുടെ കുടുംബത്തെ രൂപാന്തരപ്പെടുത്തുവാൻ കൃപ ചെയ്യണമേ. സകല നന്മകളാലും നിറയ്ക്കണമേ. മാനവ മഹത്വം എല്ലാവരും എടുക്കണമേ.
യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നത് കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ആകാശവും ഭൂമിയെ സൃഷ്ടിച്ച കർത്താവിനാൽ നമ്മെല്ലാവരും അനുഗ്രഹീതരാകുന്നു. ആത്മീയമായ ശുശ്രൂഷകളിൽ നിന്ന് സംബന്ധിച്ച എല്ലാവരെയും ദൈവമായ കർത്താവ് അനുഗ്രഹിച്ച് ശുദ്ധീകരിക്കട്ടെ. പിതാവും പരിശുദ്ധമായ ദൈവം നമ്മുടെ പ്രാർത്ഥന